ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കെ അദാലത്തിൽ രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കെ അദാലത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അതിഥി, ഇവർ രാഷ്ട്രീയത്തിലും ടിവിയിലും വിജയക്കൊടി നാട്ടിയൊരു വ്യക്തിയാണ്. TV സ്ക്രീനിലും പിന്നെ രാഷ്ട്രീയ സ്റ്റേജുകളിലും തന്റെ കഴിവുകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയ ഒരു വ്യക്തിയാണിത്. പ്ലീസ് വെൽക്കം ആക്ടർ ആൻഡ് പൊളിറ്റീഷ്യൻ സ്മൃതി ഇറാനി. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ജഡ്ജിയാണ് ഇന്നത്തെ ആപ്കെ അദാലത്തിൽ വരുന്നത്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന്റെ കൂടുതൽ പ്രോത്സാഹനങ്ങൾ കിട്ടിയ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ധൈര്യത്തിന്റെ പേരിൽ ലോകം തന്നെ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഒരു സെക്യൂരിറ്റി എക്സ്പെർട്ടാണ്. തീവ്രവാദികളെ നേരിടുന്നതിൽ അഗ്രഗണ്യനാണ്. പ്ലീസ് വെൽക്കം റിട്ടയർഡ് മേജർ ജനറൽ VK ദത്ത. കോടതിയുടെ വിചാരണ തുടങ്ങാം. ആപ്കെ അദാലത്തിലെ വിചാരണ നമുക്കിപ്പോൾ ആരംഭിക്കാം. സ്മൃതി ഇറാനിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കെ അദാലത്തിൽ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ സ്മൃതി ഇറാനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അമ്മയമ്മയെ ഒരിക്കൽ മരുമകളാണെന്നുള്ള ഒരു ടൈറ്റിലിൽ ബന്ധങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിലും കൂടുതൽ താങ്കളാണ് മാറിയത്. പക്ഷേ ഇതെങ്ങനെ തെറ്റാകാനാണ്? ജനിക്കുമ്പോൾ മകളായി ജനിക്കുന്നു, അതിനുശേഷം യൗവനക്കാരിയാകുന്നു, കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭാര്യയും മരുമകളുമാകുന്നു, മരുമകൾ വന്നതും അമ്മായിയമ്മാകുന്നു. ഇത് ഒരു പെണ്ണിന്റെ സാധാരണ ജീവിതമല്ലേ? പക്ഷേ താങ്കളുടെ കാര്യത്തിൽ ഇത് സാധാരണ കാര്യമൊന്നുമല്ല. താങ്കളുടെ ഒരു രൂപം ഞങ്ങൾ പാർലമെന്റ് വെച്ച് കണ്ടിരുന്നു. താങ്കളുടെ ആ പാർലമെന്റ് രൂപം ജനങ്ങളെ ഇപ്പൊ കാണിക്കാം. माफी मांगो इस देश से, माफी मांगो सोनिया गांधी आदिवासियों से, माफी मांगो औरतों से, माफी मांगो गरीब से. भारत की हत्या की बात पर कांग्रेस पार्टी ने ताली पीटी आज इस सदन में. इस बात का संकेत पूरे देश को दिया कि मन में गद्दारी किसकी है. You are not India because you define corruption in India. You are not India because you define incompetence. अगर हिम्मत हो राहुल गांधी में तो आकर भारत के ऊपर इस प्रकार का कटाक्ष करने वाले DMK के अपने साथी का खंडन करके बताएं. ഇത് സാധാരണ സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയുള്ള സ്ത്രീകളോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. നമ്മുടെ നാടിനൊരു പ്രശ്നമാണെങ്കിൽ അവർ നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുമോ? നിങ്ങൾ പാർലമെന്റിൽ നടന്ന 3 സംഭവങ്ങൾ കാണിച്ചു. ആദ്യത്തെ കാര്യം എന്താണ്? നമ്മുടെ ജനാധിപതി ദ്രൗപദി മുർമുർജി അവർ ആദിവാസിയാണ്, പാവപ്പെട്ടവളാണെന്ന് പറഞ്ഞ് നാണം കെടുത്തി. അവർ സുപ്രീം കമാൻഡർ ഓഫ് ഹാം ഫോഴ്സിൽ ഉണ്ടായിരുന്നു. അവരെ നാണം കെടുത്തി. അത് ജഡ്ജി സാർ കണ്ടിട്ട് വെറുതെ ഇരിക്കുമോ? ഇല്ല. എന്തിനാ അവരെ നാണം കെടുത്തിയത്? കാരണം അവരൊരു പെണ്ണാണ്. പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് ഒരു ജനാധിപതിയെ നാണം കെടുത്തിയാൽ, അത് നോക്കിക്കൊണ്ടിരുന്നാൽ അത് നമുക്ക് നാണക്കേടാണ്. അവർ ഈ നാട്ടിന്റെ മൂത്ത സിറ്റിസനാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു ആദിവാസി പെണ്ണ്, അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. എന്നിട്ടുപോലും അവർ ജനങ്ങൾക്ക് ചെയ്യുന്ന സർവീസ് നിർത്തിയില്ല. അങ്ങനെ ഒരാളെ പാർലമെന്റിൽ നാണം കെടുത്തുമ്പോൾ നമ്മളെപ്പോലുള്ളവർ നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? മറ്റുള്ള 2 ക്ലിപ്പിനെ നിങ്ങൾ ജനങ്ങൾക്ക്, അതായത് ഇവിടെയുള്ള ആളുകളെ കാണിച്ചു. അതിൽ ഞാൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? ഡൽഹിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്ന് ഞങ്ങൾ ഇന്ത്യയെ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്നു. അതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ?
ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ സിറ്റിസൺസും, എല്ലാ പെണ്ണുങ്ങളും അവരുടെ മുൻപിൽ ഇതുപോലെ നടന്നിരുന്നാൽ അവര് വെറുതെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നോ? ഒരിക്കലുമില്ല. നിങ്ങൾ തന്നെ പറയൂ. ഇതിൽ ആൺ പെണ്ണെന്ന് ഒരു വേർതിരിവുമില്ല. സാധാരണ ഇന്ത്യക്കാർ 4-5 കുട്ടികൾ താഴെ ഇരിക്കുന്നു. അവരോട് ചോദിച്ചു നോക്കൂ. നമ്മുടെ നാടിനെ ആരെങ്കിലും വഴക്കു പറഞ്ഞാൽ അവർ വെറുതെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമോ? താങ്കൾ ചെയ്തതൊക്കെ ശരിയാണ്. ഇപ്പോൾ താങ്കളുടെ അടുത്ത രൂപം ഞാനൊന്ന് കാണിച്ചു തരാം. नाभं पद्मेश्वरी ഇത് ഞാൻ പാർലമെന്റിൽ താങ്കളുടെ ഗർജന ശബ്ദമാണെങ്കിൽ ഇതിൽ താങ്കൾ ഒന്നും മിണ്ടാതെ തന്നെ താങ്കളുടെ ക്യാരക്ടർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ താങ്കൾക്ക് മാറാൻ സാധിക്കുന്നതെന്നാണ്? അതായത് നിങ്ങൾ പാർലമെന്റിൽ കണ്ടത് യഥാർത്ഥ ആളാണ്, പക്ഷേ ഇത് ഒരു കഥാപാത്രമാണ്. പാർലമെന്റിൽ ഞാൻ റിയാലിറ്റി ഫേസ് ചെയ്യുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് ഒരു കഥാപാത്രമായി അഭിനയിക്കുന്നതാണ്. ആ കഥാപാത്രത്തിൽ ഒരു വലിയ കുടുംബത്തിലെ ഒരു മരുമകളായി സ്വഭാവം എന്തായിരിക്കും? അതുപോലെ എല്ലാ വലിയ കുടുംബങ്ങളിലും ദാ അവിടെ നിങ്ങളൊരു ഷോർട്സ് കാണിക്കുന്നില്ലേ? ആ തുളസി എന്ന ക്യാരക്ടർ ആരെ കൊല്ലാൻ പോകുന്നോ അത് അവരുടെ മകനാണ്. അവരെന്തിനവനെ കൊല്ലുന്നു? കാരണം അവൻ ഒരു പെണ്ണിനെ നശിപ്പിച്ചിരിക്കുന്നു. അതായത് ഒരു സാധാരണ ഇന്ത്യയിലെ പെൺ ഒരു സത്യം ജയിക്കണമെന്ന് കരുതുമ്പോൾ തനിക്കിഷ്ടമുള്ളവരെയും എതിർത്തു നിൽക്കും. അതിനിതൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് റോൾ റിവേഴ്സ് അല്ല. എവിടെ എന്റെ കർത്തവ്യം എന്താണോ അത് ഞാൻ നിറവേറ്റിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് തുടക്കകാലത്തിൽ താങ്കളെ ആരും ഒരു ആർട്ടിസ്റ്റായിട്ട് അംഗീകരിച്ചില്ല, ഒരു ആക്ടറായിട്ട് അംഗീകരിച്ചതേയില്ല. ആദ്യത്തെ ദിവസം താങ്കൾ സീരിയൽ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയ സമയത്ത് വാച്ച്മാൻ എന്നെ അകത്തേക്ക് അയച്ചില്ല. എന്നെ അകത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. അതായത് ഇപ്പോഴെങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ എന്റെ ചെറിയ പ്രായത്തിൽ ജീൻസ്, ടീഷർട്ട്, ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് അവിടേക്ക് ചെന്നു. ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ ഞാൻ വാച്ച്മാനോട് ചോദിച്ചു, സാർ എന്നെ അകത്തേക്ക് വിടും, ഞാൻ അകത്തേക്ക് പോകണമെന്ന്. അവർ എന്തു വേണം നിനക്ക്? അല്ല, ഞാൻ അകത്തേക്ക് പോകണം, എനിക്ക് ഷൂട്ടുണ്ടെന്ന്. അതിന് അദ്ദേഹം നീ പുറത്തേക്ക് പോന്ന് പറഞ്ഞു. അതിന് ഞാൻ സാർ ഞാൻ ശരിക്കും ആക്ടറാണെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഉടനെ നിനക്ക് അകത്തെന്താണ് ജോലിയെന്ന് ചോദിച്ചു. തുളസി ആരെയും നോക്കിയില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ ഉടനെ ഇല്ല ആ തുളസി ഞാനാണെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവം എനിക്ക് മുൻപേ കാണിച്ചു തന്നതായിരിക്കാം. എപ്പോഴൊക്കെ എന്നെ റിജക്റ്റ് ചെയ്തോ, എവിടെയൊക്കെ എന്നെ റിജക്റ്റ് ചെയ്തോ അവിടെയൊക്കെ ഞാൻ ഉയരങ്ങളിലെത്തി. ഞാൻ മറ്റൊരു കാര്യം കൂടെ കേട്ടിരുന്നു, ഏക്താ കപൂറും താങ്കളെ റിജക്റ്റ് ചെയ്തെന്ന്. സത്യമാണത്? തുടക്കത്തിൽ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് ആഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കോൺട്രാക്ട് പേപ്പറിലേക്ക് സൈൻ ചെയ്യാൻ ബാലാജിയുടെ ഓഫീസിലേക്ക് ചെന്നിരുന്നു. ഇന്നും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് അന്ന് എന്റെ അച്ഛൻ എനിക്കൊരു ഡെഡ് ലൈൻ നൽകിയിരുന്നു. ഇന്ന് മാത്രം നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ആരെ പറയുന്നോ അവരെ വേണം നീ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞു. എന്റെ മൈൻഡിൽ ആ ഒരു വലിയ സ്ട്രെസ് ഉണ്ടായിരുന്നു. അതായത് എന്റെ അച്ഛൻ ആ ഓഫീസിലേക്ക് പോകുന്ന ഒരു അരമണിക്കൂറിന് മുൻപാണ് ആ വാർത്ത അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ ചെന്ന് അവിടെ ചോദിക്കുകയാണ്, സാർ ഒന്ന് വേഗം കോൺട്രാക്ട് തരൂ, അതെന്തോ ഹീറോയിന്റെ 3ാമത്തെ അനിയത്തിയാണെന്ന്. അതൊന്നും പ്രശ്നമില്ല, എനിക്ക് കോൺട്രാക്ട് തരൂ. അപ്പോൾ ഏക്താ കപൂർ അവിടെ വന്നിരിക്കുകയായിരുന്നു, ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അവരോടൊപ്പം ജനാർദ്ദൻ എന്ന് ഒരു സാറും ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ ദൂരെ നിന്ന് നോക്കിയിട്ട് പറയുന്നു, ആ പെണ്ണ് ആരാണെങ്കിലും ഉടനെ പിടിക്കുമെന്ന്. എന്തിനായിരിക്കും? അതായത് അദ്ദേഹം ഫേസ് റീഡിംഗ് ചെയ്യുമത്രേ. ഈ പെണ്ണിനൊരു നല്ല ഭാവിയുണ്ട്, അവൾ വലിയ സ്ഥലത്തെത്തുമെന്ന്. നീ ആ പെണ്ണിനെ തുളസിയായി അഭിനയിപ്പിക്കെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. ഇങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചതിനു ശേഷം ഏക്താ പുറത്തേക്ക് വന്നു. ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പോൾ ഞാൻ സ്മൃതി മൽഗോത്ര എന്ന് പറഞ്ഞു. കല്യാണത്തിനു മുൻപേ എന്റെ പേരാണത്. അതിനവർ എന്ത് സൈൻ ചെയ്തുകൊണ്ടിരിക്കുക? മാഡം, അവരാ പേപ്പർ വാങ്ങി ഉടനെ കീറിക്കളഞ്ഞു. അയ്യോ, വന്ന ജോലി പോയല്ലോ എന്ന് ഉടനെ അവർ ഇല്ല, നീ ചെന്ന് വേറെ പേപ്പർ എടുത്തിട്ട് വന്ന് അതിലെഴുതുകയാണ് ഷാഷ്ബി കബി ബഹൂത്തി എന്ന്.
പിന്നെ എങ്ങനെ തുളസി എന്ന് എഴുതി ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് കിട്ടിയ ജോലി കീറിക്കളഞ്ഞു. എന്റെ മുഖം മാറിയതും അവർ ചോദിച്ചു, നിനക്ക് എന്താണ് പ്രശ്നം? അതിന് ഞാൻ, മാഡം, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എന്റെ അവസാനത്തെ ഹോപ്പ് ഇതായിരുന്നു. ഉടനെ ആ കുട്ടിക്ക് കേക്ക് വാങ്ങിക്കൊണ്ടുവരൂ. എന്താ നടക്കുന്നെന്ന് നോക്കി. ഇനി നീയാണ് തുളസി എന്ന് പറഞ്ഞു. നീയാണ് ചരിത്രം പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാനതിന് ചരിത്രമൊന്നും വേണ്ട, എനിക്ക് എത്ര രൂപ സാലറി തരുമെന്ന് ചോദിച്ചു. അവർ ചരിത്രമെന്ന കാര്യത്തിൽ മൂழ்കിയിരുന്നു. ഞാൻ പേ ചെക്കിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടല്ലോ. നേരാണ്, ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ ചെറിയ കുട്ടികളാണ് ഇരിക്കുന്നത്. മേ ബി വലിയവർക്കറിയാമായിരിക്കും. അപ്പോൾ അമിതാഭ് ബച്ചൻ സാറിന് ഒരു വലിയ ഷോ ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് എപ്പോഴുള്ള ഒരു സ്ലോട്ടാണ് നൽകിയതെങ്കിൽ ആ സമയത്ത് ആരും TV ഓപ്പൺ ചെയ്യില്ല. രാത്രി 10:30 മണിക്ക് എല്ലാരും ഉറങ്ങും. ഇതിൽ ഞാനെങ്ങനെ ചരിത്രം സൃഷ്ടിക്കാനാണെന്ന് കരുതി. അതിനുശേഷം എല്ലാരും കാണാൻ തുടങ്ങി. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊടുമുടികൾ തൊടാൻ തുടങ്ങി. ആദ്യം താങ്കളെ എല്ലാവരും ശ്രദ്ധിച്ചത് ഊലാല എന്നുള്ള ഷോയിലല്ലേ? ശരിയല്ലേ ഇത്? അതായത് നിങ്ങൾ എല്ലാരും OTTയിൽ കണ്ടു കാണും. പക്ഷേ നീലം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആക്ടർ കൊട്ടാരി. അതെ, നീലം കൊട്ടാരിയെ കണ്ടിട്ടുണ്ടോ? അവർക്കൊരു ദിവസം സുഖമില്ലാതായി. അപ്പോൾ ആ പ്രൊഡ്യൂസർ എന്തു ചെയ്തെന്നാൽ, ഒരു ഹിന്ദി സംസാരിക്കുന്ന പെണ്ണുണ്ടായിരുന്നു. അവളെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, പറയൂന്ന്. ഹിന്ദി സംസാരിക്കാൻ അറിയാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാന്ന്. അതിന് അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, ഈ നടിക്ക് സുഖമില്ല, നീ ഈ ക്യാരക്ടർ അഭിനയിക്കുമോന്ന് ചോദിച്ചു. അവരെന്ത് കരുതിയെന്നാൽ, പുതിയ പെണ്ണ് അഭിനയിക്കാൻ ഒരുപാട് സമയമാകുമെന്ന്. 9 മണിക്കൂർ ഷിഫ്റ്റ് ഇട്ടു. ഞാൻ പെട്ടെന്ന് 1 മണിക്കൂറിൽ എല്ലാം തീർത്തു. ജോലി കഴിഞ്ഞു 8 അവർ സേഫായി. ഈ പെണ്ണിന് നല്ല കഴിവാണല്ലോ. പിന്നെ എല്ലാ പ്രൊഡ്യൂസറും ഫോൺ ചെയ്ത്, ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, നല്ല ഫാസ്റ്റായി അഭിനയിക്കുന്നു, കൂടുതൽ കാശും വാങ്ങില്ല, നല്ല ഹാർഡ് വർക്ക് ചെയ്യും, ഇവൾക്ക് അവസരം നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ യാത്ര തുടങ്ങിയത്. എല്ലാരും എന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴുള്ള വലിയ ആക്ടർ അർജുൻ കപൂർ, അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുണ്ടായിരുന്നു, മോണ കപൂറിന്റെ അമ്മ, അവർ വിളിച്ചു. പിന്നെ രാഹുൽ രവീർ, അദ്ദേഹവും വിളിച്ചു. പിന്നെ ശോഭ കപൂറും വിളിച്ചു. ഫോൺ വന്നു, ഞാൻ ജിതേന്ദർ സാറിന്റെ ഓഫീസിൽ നിന്നും സംസാരിക്കുകയാണെന്ന്. ഞാൻ, ഏത് ജിതേന്ദർ? നീ മണ്ടിയാണോ? ഞാൻ ആക്ടർ ജിതേന്ദർ ആണെന്ന് പറഞ്ഞു. ഞാനുടനെ, എന്തിനാ അദ്ദേഹം എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം നേരിട്ട് വരൂ, അദ്ദേഹം കാണണമെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി ഞാൻ കേട്ടിരുന്നു, ആദ്യമായിട്ട് താങ്കളെ ഇന്റർവ്യൂ എടുത്തത് ഒരു ആദ്യം ഗാരേജിൽ ഗാരേജിലാണ് എന്നെ ഇന്റർവ്യൂ എടുത്തത്. ആ സമയത്ത് രജനി സീരിയൽ നിങ്ങൾ കുട്ടികളൊന്നും കണ്ടു കാണില്ല. പ്രിയ ടെണ്ടുൽക്കർ അവിടെ ഷൂട്ടിങ്ങിലായിരുന്നു. അവർ വന്നു. ഈ കുട്ടികളൊക്കെ ചെന്ന് അവരാരാണെന്ന് ഹിസ്റ്ററി ശേഖരിക്കും. അവർ വന്ന് ഇവരാരാണെന്ന് ചോദിച്ചു. പുതിയതായി വന്ന പെണ്ണെന്ന് പറഞ്ഞു. ഉടനെ ബെസ്റ്റ് ഓഫ് ലക്ക്, നന്നായി ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വായും വളർന്നു നോക്കുകയായിരുന്നു, അവരെത്ര വലിയ ലെജൻഡാണ്. ഞാനപ്പോൾ കാരേജിൽ ഇന്റർവ്യൂ കൊടുക്കുകയായിരുന്നു. ഫെയിലായി. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ജയിച്ചതിൽ മാത്രമല്ല, എന്റെ തോൽവിയിൽ പോലും എനിക്ക് ഒരുപാട് വിജയം കിട്ടിയിട്ടുണ്ട്. താങ്കൾ ധാരാളം ഫെയിലുവേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ താങ്കളുടെ ഹിസ്റ്ററിയൊക്കെ നോക്കുന്ന സമയത്ത് മീക്ക ഒരു ആൽബം ചെയ്തിരുന്നു. ഈ ജനറേഷന് മീക്ക അറിയാമോ? മഴയിൽ തീ പടർന്നു. അത് മഴയിൽ, ഞാൻ തീയിലായിരുന്നു. ചെറിയ ചെറിയ ക്യാരക്ടറാണ് സാർ. എന്നാലും ഒന്ന്, ഞാൻ ഡൽഹിയിൽ നിന്നും വന്നവളാണ്. എന്റെ കുടുംബത്തിൽ ആർക്കും ആക്ടിംഗ് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ല. അച്ഛനും അമ്മയ്ക്കും ആക്ടിംഗ് എന്ന് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. കഴിക്കാൻ പോലും കാശില്ല. ആ സമയത്ത് പരിധിക്കകത്ത് മര്യാദയായി സത്യസന്ധമായി കിട്ടിയ ജോലി, അത് ഒരുപാട് സമയം നിൽക്കുന്ന ജോലിയായാലും അതൊരു ജോലി. എന്നെങ്കിലും ഒരു ദിവസം ദൈവം അനുഗ്രഹിക്കും, രക്ഷപ്പെട്ടു പോവെന്ന്. അങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്തു, ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. അത് മറ്റുള്ളവർക്കറിയില്ല, അതൊരു ദിവസം ചരിത്രമായി മാറുമെന്ന്. ഞാനിപ്പോൾ എന്റെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഒരുപാട് പേരോട് കടമപ്പെട്ടിരിക്കുകയാണ്. ഒരു പുതിയ ആൾക്ക്, ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് ഒരവസരം നൽകി. അതുകൊണ്ട് എന്റെ ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്. എന്നെക്കൊണ്ട് എത്ര സാധിക്കുമോ അത്രത്തോളം ഞാൻ ഏതെങ്കിലും ഒരു യങ്സ്റ്റേഴ്സിന്, യാതൊരു അടയാളമോ യാതൊരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാതെ ഒരു യങ്സ്റ്ററിന് ഞാൻ ഒരു അവസരം നൽകണം. കാരണം എനിക്കങ്ങനെയാണ് കിട്ടിയത്. മോഡലിംഗ് കാലത്തെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു, ഇതിനു മുൻപ് എടുത്തതൊക്കെ. സത്യത്തിൽ അതെല്ലാം സ്റ്റണ്ണിങ് പിക്ചേഴ്സ് ആയിരുന്നു. സ്റ്റണ്ണിങ് ഒന്നുമല്ല. കാണിക്കാമോ? അയ്യോ ദൈവമേ. സ്മൃതി ഒരു സമയത്ത് ലീനായിരുന്നു. ഇത് മിസ് ഇന്ത്യയുടെ പിക്കാണ്. പക്ഷെ ഇപ്പോൾ എന്നെ കണ്ടാൽ എങ്ങനെ തോന്നില്ല. പക്ഷെ ഒരു സമയത്ത് ഫൈനൽ ലിസ്റ്റിലുണ്ടായിരുന്നു.
ഈ എല്ലാ കാര്യങ്ങളും ഇന്ന് പക്ഷെ ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു കാര്യം സാർ ഇതുവരെ പറഞ്ഞില്ല. പറയട്ടെ? ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോ 1998 എടുത്തതാണ്. അതുപോലെ 1995 നിന്ന് 1997 വരെ ഞാൻ എവിടെ ജോലി ചെയ്തിരുന്നോ അവിടെ രജിത് സാറായിരുന്നു ഹെഡ്. ഇദ്ദേഹം ഒരു ദിവസവും ആക്ച്വലി ഞങ്ങൾ ബോട്ടം ഓഫ് ദ പിരമിഡ് ആയിരുന്നു. രജിത് സാർ ടോപ്പിലായിരുന്നു, മ്യൂസിക് വായിക്കുമായിരുന്നു. സീ ന്യൂസിലും അതായത് മാഡമായിരുന്നു സിംഗറായിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്മൃതി ഇറാനി. ആർക്കറിയാം ഒരു ദിവസം നിങ്ങളും വിജയിച്ച് ഇവിടെ വന്നിരിക്കുമെന്ന്. ദൈവാനുഗ്രഹം. അതായത് ഇപ്പോൾ നിങ്ങൾ ആപ്കി അദാലത്തിലാണ്. ഈ ബിൽഡിംഗിൽ ഇരിക്കുന്നു. ഈ ബിൽഡിംഗിന്റെ ബേസ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിന്റെ രാഷ്ട്രീയത്തിലേക്ക് ആദ്യം ഡൽഹിയിലേക്ക് വന്നപ്പോൾ ആ സ്ഥലത്ത് ആളുകളെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് രജിത് സാർ നിൽക്കുകയായിരുന്നു. വളരെ പഴയ കാര്യങ്ങളാണ് ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. ഞാൻ എന്തിനു വേണ്ടി ഓർമ്മിപ്പിക്കുന്നെന്നാൽ എനിക്ക് മാത്രമല്ല വയസ്സായത്, ഞാനും താങ്കളുടെ പഴയ ഓർമ്മകളെയൊക്കെ ഒന്ന് ഇപ്പോൾ പൊടിതട്ടിയെടുക്കാം. ഞാൻ കുറ്റം ആരോപിക്കുന്നത് പോലെയുണ്ട്. വിനോദ് ഖന്നയുടെ കൂടെ താങ്കൾ ഒരു സിനിമ അഭിനയിച്ചിരുന്നു. സിനിമ അഭിനയിച്ചില്ല, ഞാനൊരു ടെലിവിഷൻ സീരിയലിൽ അഭിനയിച്ചു. ആ സീരിയൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ എഴുതി. അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ച ആ എക്സ്പീരിയൻസിനെ കുറിച്ച്? വളരെ എക്സ്ക്യൂട്ടായ ആക്ടർ, ഒരുപാട് കഴിവുള്ള ആൾ. അതുപോലെ പൊളിറ്റിക്സിലും അദ്ദേഹത്തിനൊരു മര്യാദയുണ്ടായിരുന്നു, ഭക്തിയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിനൊരു ഇൻക്ലിമേഷൻ ഉണ്ടായിരുന്നു. അത് പ്രശംസിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. മാത്രമല്ല നോൺസെൻസ് എന്നൊരു കാര്യമേ ഇല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ജോലി ചെയ്യുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ നോൺസെൻസ് എന്ന കാര്യം സർവേ ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു. അത് കറക്റ്റാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, ഫിലിമിലാണെങ്കിലും ശരി, വിനോദ് ഖന്നയുടെ ഒരു കോൺട്രിബ്യൂഷൻ കാണും. വിനോദ് ഖന്ന സാറും അങ്ങനെയാണ്, ഹേമ മേഡവും അങ്ങനെയാണ്. ഇപ്പോഴും ഹേമ മേഡത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ശത്രു സാർ ഇപ്പോൾ ഓപ്പോസിറ്റിലാണ്. പക്ഷെ ജീവിതത്തിൽ എന്റെ ആദ്യത്തെ അവാർഡ് തന്ന ആളുകളിൽ ഒരാളായി ശത്രു സാറിനെയാണ് ഞാൻ ആദ്യം പറയുക. എനിക്ക് നന്നായി ഓർമ്മയുണ്ട്, പഴയ ക്ലിപ്പുകൾ കണ്ടാലറിയാം. അതായത് ഞാൻ ജഡ്ജിന്റെ സ്ഥാനത്ത്, ഇപ്പോൾ ജഡ്ജ് ഇരിക്കുന്നില്ല ആ സ്ഥാനത്ത്, ഞാൻ അതുപോലെ ജഡ്ജായി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആരെക്കുറിച്ചാണ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ കമന്റ് നൽകിയത്? അദ്ദേഹം ഇന്ന് പഞ്ചാബിന്റെ CM ആണ്. ഭഗവത് മാൻ. അതെ, അതായത് ടെലിവിഷൻ, മീഡിയ, പത്രക്കാരുടെ ലോകത്ത്, അല്ലെങ്കിൽ അക്കാഡമിഷനിലുണ്ടായിരുന്നാലും അല്ലെങ്കിൽ ആക്ടറായിരുന്നാലും ഇതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോഴും മെയിൻ സ്ട്രീമിലായിരുന്നാലും ശത്രു സാറിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ വളരെ പ്രസിദ്ധമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നേരാണ്, ഈ എല്ലാ സ്റ്റോൾ വേർഡ്സും ഞാൻ ദത്ത് സാറിന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നാലും അദ്ദേഹം കോൺഗ്രസിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്കെന്ത് തോന്നുന്നെന്നാൽ അമിത് സാറിനെ കുറിച്ച് പറയും അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ വിഷമത്തിലാണെന്ന്. അദ്ദേഹത്തിന്റെ പ്രകൃതം തന്നെ അങ്ങനെയാണ്. അതായത് 2 വാളുകൾ പിളർന്നാലും അദ്ദേഹം എപ്പോഴും സമാധാനത്തിന്റെ ശിഖരമാണ്. പക്ഷേ ഞങ്ങളുടെ പാരമ്പര്യം എങ്ങനെയാണെന്നാൽ ഒരിക്കൽ വാളെടുത്താൽ രക്തം കാണുന്നതുവരെ ഞങ്ങൾ അത് അകത്ത് വെക്കില്ല. സോ ഇതാണ് കാണുന്ന കാഴ്ചയ്ക്കും അനുഭവത്തിനുമുള്ള വ്യത്യാസം. പബ്ലിക് ഇപ്പോൾ ചോദ്യം ചോദിക്കും. તો મોટા બેન મારું કહેવાનું એમ છે કે હવે અમે તુલસીનું કયું રૂપ જોઈશું? જે જૂનું હતું ઈ કે કોઈ નવા આપણે અંદાજમાં? ગુજરાતીમાં જ વાત કરશું તો બધાને કેમ ખબર પડશે કઈ વાત થઈ? જ્યાં જાઓ ત્યાં ગુજરાતી. હા, જ્યાં ગુજરાતી ત્યાં સદાકાળ ગુજરાત. પણ ഇപ്പോൾ ഇദ്ദേഹം എന്ത് ചോദിക്കുന്നെന്നാൽ തുളസി ഇപ്പോൾ എന്ത് ക്യാരക്ടറിലാണ്? ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേറ്ററായി. അതായത് ഇപ്പോൾ നിങ്ങൾ എനിക്ക് അനുവാദം നൽകുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ പറയാം. ઘરની વહુ જેમ હતી એમ જ છે. അതുപോലെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. પણ ફરી મળીએ આપણે. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? मी नागपूरमधून महाराष्ट्रमधून બાપરે, ही काय आज मला लँग्वेजची टेस्टिंग चालली आहे का? नाव काय आहे तुमचं दादा? प्रदीप प्रदीप नाव प्रदीप आहे. दादा. मी- किती वर्ष झाले इकडे? मला 16 मध्ये आलो होतो इकडे. अरे वा, सांगा. मला एक माझा प्रश्न आहे तुम्हाला की महाराष्ट्रात आता मराठी भाषेवरून जे विवाद सुरू आहे, तर राज ठाकरे साहेब म्हणतात की जो हिंदी में बोलेगा त्याच्या कानाखाली वाजवेल. हे खरं आहे का? എനിക്കെന്ത് തോന്നുന്നെന്നാൽ ഞാൻ ഇക്കാര്യം നിങ്ങളോട് മുൻപേ തന്നെ പറഞ്ഞേക്കാം. എന്റെ മുത്തശ്ശി മഹാരാഷ്ട്രീയൻ, എന്റെ മുത്തച്ഛൻ പഞ്ചാബി,
പാർട്ടീഷ്യന് ശേഷം അദ്ദേഹം ഉത്തർപ്രദേശിലേക്ക് എത്തി, മുരാദാബാദിലേക്ക്. എന്റെ അച്ഛൻ ബംഗാളിയാണ്. പിന്നെ എന്റെ മുത്തശ്ശി ഇപ്പോൾ വിഭജിച്ചില്ലേ പഞ്ചാബിനെ, അവിടെ നിന്നും വന്ന് ധൂപിടി അസാമിലായിരുന്നു. പിന്നെ കുറച്ചു ദിവസത്തിനു മുൻപ് ഒരു ആക്ടർ നല്ല കാര്യം പറഞ്ഞിരുന്നു. പ്രകാശം എന്നത് സംസാരിക്കുന്ന ഒരു ഉപകരണമാണ്. അത് നിയന്ത്രണത്തിന്റെ അടയാളമാണ്. അത് നാടിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അടയാളം. നമ്മുടെ നാട് പലവിധമായ നൂലുകൾ കൊണ്ട് കെട്ടപ്പെട്ടിരുന്നാലും ഒരേ നൂലിൽ ചേർക്കപ്പെടുന്ന ബന്ധമാണത്. ഈ ബന്ധം ഒരു മൊഴിക്കോ സമൂഹത്തിനോ മാത്രമല്ല, ഒരു മതം, ഒരു ജാതി, ഒരേ ഡിസ്ട്രിക്റ്റ്, ഇങ്ങനെയുള്ള സകലതിനെയും അത് ബാധിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയെ നമ്മുടെ മാതൃദേശമെന്ന് പറയുന്നു. ആ മാതാവിന്റെ കയ്യിൽ അടികൊണ്ടാലും നെറ്റിയിൽ അടികൊണ്ടാലും മാതാവിനാണ് വേദന. നമ്മുടെ നാട്ടിൽ 16,000 ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. 125 ഭാഷകൾക്കു മുകളിൽ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണം നമ്മൾ എല്ലാവരുടെയും സംസ്കാരത്തെയും ബഹുമാനിക്കുന്നു. आणि मी तुम्हाला भेटते कार्यक्रम परत. ഗുജറാത്തിയിലും മറാഠിയിലും ഒക്കെ എല്ലാവരും ചോദിച്ചു. ഇനി ബംഗാളിയിൽ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കും. ഇന്നെന്താ എനിക്ക് ടെസ്റ്റ് ആണോ, ലാംഗ്വേജ് ടെസ്റ്റ് ആണോ ഇത്? അപ്പോ ലാംഗ്വേജ് ടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് আপনি কি বাঙালি? হ্যাঁ বাঙালি। এ মা, কোথা থেকে? নামটা কি আপনার? আমার নাম সানন্দা ব্যানার্জি। কোথা থেকে আপনি? কলকাতায়, এখন নয়ডাতে থাকি। আচ্ছা, তো আমার বাংলাদেশ। দাদু থাকতেন সল্ট লেকে। আচ্ছা, আমি অ্যাকচুয়ালি অরিজিনালি শান্তিনিকেতন থেকে। আরে বাবা, বাপের বাড়ি শ্বশুর বাড়ি দুটোই। আমার দাদু ছিলেন সল্টলেক থেকে, মানে দাদুর ভাই এরা সবাই ওখানে এখনো মামা থাকেন, আর পরিবারের 1-2 লোক দমদমে থাকে. പറയാം ഞങ്ങൾക്ക് നിങ്ങളോട് ഞാൻ മനസ്സിലാവുന്ന പോലെ തീർച്ചയായും മലയാളത്തിലൊന്ന് പറയാം. പറഞ്ഞേ. അതായത് ഞാൻ കൊൽക്കത്തയിൽ നിന്നും വന്നു, ഇപ്പോൾ ഞാൻ നോയിഡയിലാണ്. പിന്നെ ഇവരുടെ അച്ഛന്റെ കുടുംബം ശാന്തി നികേതനിലാണ് താമസിക്കുന്നത്. ഞാൻ അവരോട് എങ്ങനെ പരിചയപ്പെട്ടു എന്നാൽ എന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെയായിരുന്നു. പിന്നെ ദംദമിലും എന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾ വലിയ ട്രാൻസ്ലേറ്റർ ആക്കി മാറ്റിയിരിക്കുന്നു. হ্যাঁ বলুন. আমি বাংলাতে একটা কোয়েশ্চেন জিজ্ঞেস করতে চাই, যে আমাদের যে বাংলার মহিলা মুখ্যমন্ত্রী, উনি মহিলা হওয়ার সত্ত্বেও বাংলাতে যে এত স্পেশালি হিন্দু মহিলাদের ওপর এত অত্যাচার হচ্ছে, সেটার কোনো বিচার নেই। এই ব্যাপারে আপনার কি মত? അവർ എന്തു ചോദിക്കുന്നെന്നാൽ ഇവരുടെ ബംഗാൾ മുഖ്യമന്ത്രി പെണ്ണായിരുന്നിട്ടും പെണ്ണുങ്ങൾക്ക് നടക്കുന്ന ദ്രോഹത്തെക്കുറിച്ചും അതിലും ഹിന്ദു പെണ്ണുങ്ങൾക്ക് നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും എന്താണ് തടയാത്തതെന്ന് ഇവർ ചോദിക്കുന്നു. അതാണ് ഇവരുടെ ചോദ്യമായിരിക്കുന്നത്. എനിക്കെന്ത് തോന്നുന്നെന്നാൽ ഇവിടെ ആണാര് പെണ്ണാര് എന്നതല്ല മുഖ്യം. നമ്മളൊരു അധികാരത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്നാൽ ഗവൺമെന്റിന്റെ സുരക്ഷാ പദ്ധതിക്കു മുൻപിൽ എല്ലാ ധർമ്മത്തിലും എല്ലാ മതത്തിലുള്ള വയസ്സായ ആളുകളെ നമ്മൾ രക്ഷിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി പറയും മാമാട്ടി മാനുഷ് എന്ന് ബംഗാളിൽ പറയും. ബംഗാളികളുടെ സംസ്കാരത്തിൽ ഈ ദുർഗാപൂജ എന്നത് വളരെ നെസസിറ്റിയായിരിക്കുന്നു, അവരുടെ ജീവിത രീതിയായിരിക്കുന്നു. আমরা যে বলি না মহিলাটা ধর্ষিত হচ্ছে, പ്രശ്നമുണ്ടായാൽ അത് തടയേണ്ടത് നമ്മുടെ കടമയാണ്. അത് ബംഗാളിലായാലും ശരി, നമ്മുടെ നാട്ടിലായാലും ശരി, അത് തീർച്ചയായും തടയണം. ഞാനൊരു നേതാവായി ബംഗാളിൽ ആ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഡൽഹിയിലോ നോയിഡയിലോ ഇരിക്കുന്ന യുവാക്കൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഒരു സാധാരണ കുടുംബത്തിലെ പയ്യൻ, ഗ്രാമത്തിലെ പയ്യൻ TMC മമതാജി മേഡത്തിനെതിരായി ശബ്ദമുയർത്തുകയാണെങ്കിൽ അവനെ പൊതുവഴിയിൽ അവരെല്ലാവരും ചേർന്ന് തൂക്കിക്കൊല്ലുകയാണ്. BJPക്ക് വേണ്ടി വാക്കുകൾ ശേഖരിക്കാനായി ചെന്ന നമ്മുടെ സ്ത്രീകളെ റിസൾട്ട് വന്നതിനു ശേഷം പൊതുസ്ഥലങ്ങളിൽ വെച്ച് മുടി പിടിച്ചു വലിച്ച് അവരെ നാണം കെടുത്തുന്നു. ഗ്രാമത്തിനകത്തേക്ക് BJPയുടെ ആളുകൾ വരാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ ഞങ്ങളോടൊപ്പം അയച്ചാൽ മാത്രമേ നിങ്ങളെ അകത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം രാഷ്ട്രീയത്തിലെ നേരാണ്. ഇതുപോലെ BJP ആളുകൾക്ക് ബംഗാളിൽ മാത്രമല്ല കേരളത്തിലും സംഭവിച്ചു. സമീപത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരാളെ ആഭ്യന്തര വകുപ്പിലേക്ക് നോമിനേറ്റ് ചെയ്തതിന് പ്രശംസിച്ചു. മഹാമഹിയെ രാഷ്ട്രപതി മൂലം തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹായിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ 2 കാലുകളും വെട്ടിയെടുക്കപ്പെട്ടു. കേരളത്തിലെ BJP പ്രവർത്തകർ എങ്ങനെയൊക്കെ കൊല്ലപ്പെട്ടു എന്നാൽ ഒരാൾ സ്കൂട്ടർ ഓട്ടിക്കും, എങ്ങനെയോ ജീവിച്ചു പോകാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ഈ കൈ വെട്ടിയെടുത്തു. അധ്വാനിക്കാൻ പറ്റാത്തവൻ എങ്ങനെ ശബ്ദമുയർത്താനാകും?
ഞാൻ 25 വർഷം ഇതുപോലുള്ള പ്രവർത്തകരോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. രജത് സർ അടൽ ബിഹാരി വാജ്പേയിയെ പ്രധാനമന്ത്രിയായി കണ്ടിട്ടുണ്ട്. നരേന്ദ്ര ചേട്ടനെയും പ്രധാനമന്ത്രിയായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുണ്ടായിരുന്ന പൊളിറ്റിക്സിൽ ഞങ്ങൾക്കൊരു പവറുമില്ലായിരുന്നു. ഒരാൾക്ക് മറ്റൊരാളല്ലാതെ മറ്റുള്ള സഹകരണമൊന്നുമില്ലായിരുന്നു. BJPയിൽ എന്റെ കൂടെയുള്ള പ്രവർത്തകരെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. ഞാൻ അറിഞ്ഞത് ജാർഖണ്ഡിലുള്ള താങ്കളുടെ പാർട്ടി പ്രവർത്തകയെ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്നാണ്. ആശ. അവൾ വിദ്യാർത്ഥികളുടെ അസംബ്ലിയിലുണ്ടായിരുന്നു. അവൾക്ക് 26 വയസ്സ് കാണും. അവളോട് ആരോ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു. വിക്ടർ ബാനർജിയുടെ കൂടെ ബംഗാളി സിനിമ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ ദേശീയ ഗ്രൂപ്പിലെ സ്ത്രീകളുടെ നേതാവായിരുന്നു. 2011-ൽ ആരോ പറഞ്ഞിരിക്കുന്നു നീ ചെന്ന് സ്മൃതി ഇറാനിയെ നോക്കെന്ന്. അവളൊരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് ആക്റ്റീവ്സ് ആയിരുന്നു. ഞാനൊന്നും ആക്ടറിനെ ചെന്ന് നോക്കില്ലെന്ന് പറഞ്ഞു. അവൾക്ക് അപ്പോൾ പുതിയതായി കല്യാണം കഴിഞ്ഞതായിരുന്നു. അവളുടെ ഭർത്താവ് അല്ല നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെ കാണാനായി കൊൽക്കത്തയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ BJPയിൽ ജോയിൻ ചെയ്യേ, ജാർഖണ്ഡിൽ വന്ന് പണി ചെയ്യുമെന്ന്. അവളൊരു ആദിവാസി പെണ്ണാണ്. എങ്ങനെയോ അവളോട് സംസാരിച്ച് ഒരു വിധത്തിൽ ഞാൻ അവളെ സമ്മതിപ്പിച്ചു. അവൾ എന്റെ കൂടെ ടീം ലീഡറായിരുന്നു. പിന്നെ അവളുടെ ആദ്യത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അന്ന് അവളുടെ ഹസ്ബൻഡ് ഷോപ്പിങ്ങിന് കൊണ്ടുപോയിരുന്നു. വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് അവൾക്ക് ഗിഫ്റ്റ് വാങ്ങി നൽകാനായി. അവളെ അവിടെ കടയിലാക്കിയിട്ട് അദ്ദേഹം എന്തോ വാങ്ങിക്കാനായി പുറത്തു ചെന്നു. അപ്പോൾ ആഷയ്ക്കൊരു ഫോണ് വന്നു. നക്സൽസ് ഫോൺ ചെയ്തിരിക്കുന്നു. നിന്റെ ഭർത്താവിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു, നീ വലിയ ആളാണോ എന്ന്, വന്ന് ഡെഡ് ബോഡി എടുത്തുകൊണ്ടുപോയെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 26 വയസ്സ് പെൺകുട്ടി. ഫോൺ വന്നിരിക്കുന്നു. നീ നക്സൽസിനെതിരായി ജാർഖണ്ഡിൽ ശബ്ദമുയർത്തിയാലും ഏതെങ്കിലും ഗ്രാമത്തിൽ ശബ്ദമുയർത്തിയാലോ ഗുംല ദുംഗ എന്ന സ്ഥലത്ത് പണി ചെയ്യുകയായിരുന്നു. നിന്റെ ഭർത്താവിനെ കൊന്നു, വന്ന് ബോഡി വാങ്ങിയിട്ട് പോയെന്ന് പറഞ്ഞു. ശരിക്കും അവൾ ഭയങ്കര ഷോക്കിലായിരുന്നു. അവൾ നമ്മുടെ പാർട്ടിയിലുള്ളവളാണ്, നമ്മുടെ കുടുംബത്തിലെ ഒരാളാണ്. നമ്മെക്കൊണ്ട് 26 വയസ്സ് പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകുന്നത് കാണാൻ സാധിക്കില്ല. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. മുംബൈയിൽ എന്റെ കൂടെയായിരുന്നു. ആയിഷയെ സ്വന്തം കാലിൽ നിർത്തണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എന്റെ കൂടെ അവളെ വെച്ചിരുന്നു. അതുവരെ ഞാൻ അവൾക്ക് സപ്പോർട്ടായിരിക്കണം. നിന്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഞാനൊരു ലീഡർ ആകണമെന്ന് അവൾ പറഞ്ഞു. കാരണം എനിക്ക് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കരുതെന്ന് അവൾ പറഞ്ഞു. കാരണം അപ്പോൾ അവൾക്ക് വെറും 27 വയസ്സാണ്. ഞാൻ അവളോട് പറഞ്ഞു നിനക്കൊരു നല്ല പയ്യനെ നോക്കി കല്യാണം കഴിപ്പിക്കാന്ന്. പക്ഷെ അവൾ നിരസിച്ചു. ഞാൻ കാരണം എന്റെ കൂടെയുള്ള ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന്. ഞാൻ മരിക്കുന്നതുവരെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു. അവൾ ഇലക്ഷനിൽ നിന്നു 2 പ്രാവശ്യം റാഞ്ചിയിൽ മേയറായി, BJPയുടെ ദേശീയ മന്ത്രിയായി, ഇപ്പോൾ കമ്മീഷനിലെ മെമ്പറായിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒരുപാട് നേതാക്കന്മാരെ കണ്ടുകാണും. പക്ഷെ അവരുടെ തിരകളൊന്ന് മാറ്റി നോക്കിയാൽ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് പോരാട്ടങ്ങൾ കാണും. പിന്നെ ആശയെ BJPയുടെ ട്രഷററായി നിയമിച്ചിരിക്കുകയാണ്. അതായത് താങ്കൾ ബംഗാളിയിലും ഗുജറാത്തിയിലും മറാഠിയിലും പിന്നെ പഞ്ചാബിയിലും ഹിന്ദിയിലും സംസാരിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ താങ്കളോട് ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സംസാരിച്ചത് ജർമ്മനാണ്. സാറ് ഷോക്കായി പോയി. ഇപ്പോൾ ജർമ്മൻ ഓഡിയൻസ് ഞാൻ എവിടെ ചെന്ന് പിടിക്കാനാണ്? ആപ്കി അദാലത്തിന്റെ ഈ പ്രോഗ്രാം ഞങ്ങൾ വേറെ വേറെ ലാംഗ്വേജുകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓൺ എയറിൽ അയച്ചിട്ടുണ്ട്. നേരാണോ? അതിൽ ഗുജറാത്തിയുണ്ട്, മറാഠിയുണ്ട്, മലയാളമുണ്ട്, തെലുങ്കുണ്ട്, ബംഗാളിയുണ്ട്. സോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 3 ലാംഗ്വേജ് സംസാരിച്ചു. ആ ഭാഷയിൽ താങ്കളുടെ പ്രേക്ഷകരോട് പറഞ്ഞേക്കോ ആപ്കി അദാലത്ത് ഫ്രീ ആയി പ്രൊമോട്ട് ചെയ്യുകയാണ്. আপনারা সবাই আপকি আদালত বাংলায় দেখুন. আমি আপনাকে অনুরোধ জানাচ্ছি. આપ સૌ આવીને રજતજીનું આપકી અદાલત ગુજરાતીમાં જો એવી મારી વિનંતી. आणि नागपूर काय बोलायचं आहे यांना? बोला, रजतजीचा प्रोमो करा तुम्ही पण. मराठीत बघा आपकी अदालत रजत शर्मावर. വളരെ നന്ദി. ഇത് മുഖേന ആപ്കി അദാലത്ത് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതായിരിക്കും. എല്ലാവരും ആ ലാംഗ്വേജ് കാണട്ടെ. ഈ പ്രൊമോഷൻ എനിക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സ്മൃതി ഇറാനിയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. കോൺഗ്രസ്സുകാർ വളരെയധികം സന്തോഷത്തിലാണ് താങ്കൾ TV-യിലേക്ക് തിരിച്ചു പോയത്. ഉപദ്രവമില്ല, പശു വെള്ളം കുടിക്കാൻ വേണ്ടി തിരിച്ചു പോയെന്ന്. നിങ്ങൾ എന്നെ പശു എന്ന് പറയുന്നോ അല്ല വെള്ളം എന്ന് പറയുന്നോ?
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർമർ യൂണിയൻ മിനിസ്റ്ററായ സ്മൃതി ഇറാനിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ സ്മൃതി ഇറാനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ ഈ സീരിയലിനെ കുറിച്ച് എപ്പോ അനൗൺസ് ചെയ്തുവോ, അതായത് ഞാൻ വീണ്ടും തുളസി ക്യാരക്ടറിൽ വരാൻ പോകുന്നു എന്നുള്ള ആ അനൗൺസ്മെന്റ്, ഇതിലൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. കോൺഗ്രസ്സുകാർ വളരെയധികം സന്തോഷത്തിലാണ്. അതായത് താങ്കൾ ടി വിയിലേക്ക് വന്നല്ലോ എന്ന്. ഒരു പ്രശ്നം തീർന്നിരിക്കുന്നു, പശു വെള്ളം കുടിക്കാൻ വേണ്ടി തിരിച്ചു പോയിരിക്കുകയാണെന്ന്. നിങ്ങൾ എന്നെ പശു എന്ന് പറയുന്നോ അല്ല വെള്ളം എന്ന് പറയുന്നോ? എന്നെ പശു എന്ന് പറയുകയാണെങ്കിൽ എന്റെ ശരീരം നോക്കി പറയുകയാണ്. വെള്ളമെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അർത്ഥം. ഞാൻ താങ്കളുടെ മനസ്സിന്റെ ആഴത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, അല്ലാതെ താങ്കളുടെ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യത്തെ അറ്റ്ലീസ്റ്റ് കുറിച്ച്. ജനങ്ങൾക്കെങ്കിലും മനസ്സിലായല്ലോ ഞാനൊരു പശുവല്ല എന്ന്. ഞാൻ താങ്കൾക്കൊരു കോംപ്ലിമെന്റ് നൽകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി താങ്കൾ നല്ലതുപോലെ വെയിറ്റ് കുറച്ചിരിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ ശരിക്കും സമാധാനപ്പെട്ടിരിക്കുക താങ്കൾ പോയല്ലോ എന്ന്. പക്ഷേ യുദ്ധക്കളത്തിൽ സാർ ഒരുപാട് ശിപ്പായികൾ തോറ്റുപോകാം. ചിലർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. ഒരു ശത്രുവിനെ ജയിച്ചാൽ നമുക്ക് വരുന്ന സന്തോഷം പോലെ നമ്മുടെ മനസ്സും ഉണ്ടാകണം. നമ്മളെ അവർ തോൽപ്പിച്ചാലും അവരെ നമ്മൾ തോൽപ്പിച്ചെന്ന് വിരോധികൾ വിചാരിക്കുന്നത് പോലെ ജീവിക്കണം. അതായത് അവനെ നമ്മൾ ജയിച്ചിരിക്കണം. പക്ഷെ വിരോധിക്കും അതറിയാം. ദൈവത്തിന്റെ അനുഗ്രഹം അളവില്ലാതെ എപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നുവോ, നിങ്ങൾ എത്ര വട്ടം നശിപ്പിച്ചാലും ഞാൻ തിരികെ വരുന്നതാണ്. കോൺഗ്രസ് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്, ഗുഡ് ലക്ക് സ്മൃതി ഇറാനി എന്ന്. അതായത് സാർ, നിങ്ങൾ എന്റെ ജീവിതത്തിൽ അടർത്തി മാറ്റാൻ പറ്റാത്ത ബന്ധമായിരിക്കുകയാണ് മീഡിയയെ സംബന്ധിച്ച്. നിങ്ങൾ പണ്ട് കോൺഗ്രസ് എന്നെ നോക്കി ഓ സ്മൃതി എന്ന് പറഞ്ഞതും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നവരുടെ ഒഫീഷ്യൽ ഹാൻഡലിൽ ഗുഡ് ലക്കും പറഞ്ഞിട്ടുണ്ട്. ശത്രുവിനെ കൊണ്ട് ഗുഡ് ലക്ക് എന്ന് പറയിപ്പിച്ച ഒരു ഇന്ത്യയിലെ സ്ത്രീ, അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആരോ കമന്റ് ചെയ്തിരിക്കുകയാണ്, വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു, ബുദ്ധു ഇതാ എത്തിയിരിക്കുന്നു എന്ന്. അവർ എതിനെക്കുറിച്ചാണ് ബുദ്ധു എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ടാലന്റായ ഒരാൾ 25 വർഷങ്ങളായി മീഡിയ, ടെലിവിഷനിൽ, രാഷ്ട്രീയത്തിലും തന്റെ സ്ഥാനം സ്ഥാപിച്ചവർ നിങ്ങൾ നോക്കിയാൽ വളരെ താഴേക്കിടയിൽ നിന്നും തന്റെ അധ്വാനം കൊണ്ട് ജയിച്ച് മുൻപിലോട്ട് വന്നവർ, അതായത് വളരെ കഠിനമായ അവസ്ഥയിൽ പോലും നാട്ടിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളെ, അവരെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ബുദ്ധു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ബുദ്ധുവായി തന്നെ ഇരിക്കാം. ഞാൻ ഈ സമൂഹത്തിനെ തറ മുതൽ ആകാശം വരെ കണ്ടിട്ടുണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് എന്നെപ്പോലെ അധ്വാനിക്കുന്നവരെ, സാധാരണ കുടുംബത്തിൽ നിന്നും വരുന്നവരെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ മാതൃദേശത്തിന്റെ സ്ത്രീകൾ, സാധാരണ കുടുംബത്തിൽ നിന്നും വരുന്നവർ മണ്ടികളായേ തോന്നുള്ളൂ അത്രേ. അതുകൊണ്ടാണ് അടുത്ത 15 വർഷവും ഓപ്പോസിറ്റ് പാർട്ടിയായി ഇരിക്കാൻ പോകുന്നത്. അതായത് അവർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേഠിയിൽ സ്മൃതി ഇറാനി തോറ്റതിന് ശേഷം താങ്കളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതായെന്നാണ് കരുതുന്നത്. എല്ലാം കഴിഞ്ഞെന്ന് കരുതുന്നു. 2014 ഞാൻ അമേഠിയിൽ തോറ്റിട്ടുണ്ട്. ചാന്ദിനി ചൗക്കിൽ പോലും 2004 ഞാൻ തോറ്റിട്ടുണ്ട്. നിങ്ങൾ നന്നായി ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ 2004 ചാന്ദിനി ചൗക്കിൽ ഞാൻ വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ആപ്കെ അദാലത്തിൽ ഒരു സ്മൃതിയായി ഞാൻ ഇരിക്കുമായിരുന്നോ? എന്റെ തലയെഴുത്തിൽ എപ്പോഴും ജയിക്കണമെന്നതില്ല. ഞാൻ ഒരുപാട് തോൽവികൾ കണ്ടിട്ടാണ് എന്റെ വിധിയിൽ വിജയിച്ചതെന്ന് പറയാനാകും. താങ്കളുടെ പാർട്ടിക്കാരുടെ ആ കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കൂ. ദേവിയത് താങ്കൾ പോവാൻ പാടില്ലെന്ന് പാട്ട് പാടുകയാണ്. അവർക്കറിയാം എന്റെ പാർട്ടിയിൽ ഒരു കൺഫ്യൂഷനുമില്ല. കോൺഫിഡന്റായിരിക്കുന്നു സ്മൃതി ഇറാനിയുടെ കാര്യത്തിൽ. എപ്പോഴൊക്കെ നാട്ടിനു മുൻപിൽ, സമൂഹത്തിനു മുൻപിൽ ഒരു പോരാട്ടം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുന്നുവോ, എപ്പോഴൊക്കെ പാർട്ടി മൂലം സമുദായത്തിനും നാട്ടിനും സഹായം ചെയ്യുന്ന ഒരവസ്ഥ കിട്ടിയാലും, എന്റെ ആവശ്യം എപ്പോഴൊക്കെയാണോ ഉള്ളത്, ഞാൻ എന്റെ കടമകളൊക്കെ വളരെ കൃത്യമായി ചെയ്യും. താങ്കൾ വീണ്ടും സാസ്ബി കവി ബഹുത്തി എന്നുള്ള സെറ്റിലാണ് പോയിരിക്കുന്നത്. അതെ, ഇതൊരു പുതിയ ചാലഞ്ച് അല്ലേ? ഒരുപാട് ആളുകൾ കരുതുന്നു ഞങ്ങൾ മീഡിയയിലായതുകൊണ്ട് ഇൻഡ്യുലറായിരിക്കുന്നുവെന്ന്. സമുദായത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ലെന്ന് കരുതുന്നു. ചിലർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാനാകൂ. ഒരു ആർട്ടിസ്റ്റ് സ്റ്റേജിൽ തന്റെ ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ മൂലം, ന്യൂസ് ചാനൽ മൂലം സമുദായത്തിനെ രൂപീകരിക്കുകയാണ്, അവർക്ക് മനസ്സിലാക്കിപ്പിക്കുകയാണ്. അവർക്ക് സ്വയചിന്ത കാണും, അവർക്ക് അവരുടേതായ അനുഭവം കാണും. രാജ്യത്തിന്റെ ഹൃദയമിടിപ്പിനോടൊപ്പം അവരുടെ ഹൃദയമിടിപ്പും ഒന്നു ചേരും.
രാജ്യത്തിന്റെ ഹൃദയമിടിപ്പിനോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്ന ഭാഗ്യം എത്ര പേർക്ക് കിട്ടും? ഇപ്പോൾ ഞാൻ കലാകാരന്മാരുടെ ഇടയ്ക്ക് പോയെന്ന് വെച്ചോളൂ. ഈ യുവാക്കളെ പോലെ ഒരുപാട് കലാകാരന്മാരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. അവരെന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ക്രിപ്റ്റിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ കുറച്ചാണ്. നിയമസഭാ മണ്ഡലത്തിൽ എന്തൊക്കെ നടക്കുന്നു, നാടിന്റെ നിധി അവസ്ഥയിൽ എന്തൊക്കെ മാറ്റമുണ്ട്, രാജ്യത്തിന്റെ ചരിത്രം എന്താണ്, അതിന്റെ ഭാവി എങ്ങനെയാണ് മെച്ചപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇത് ഒരു പ്രോബ്ലം അല്ലേ? കാരണം 2014-ലും അപ്പോൾ താങ്കൾ ഒരു സെറ്റിലുണ്ടായിരുന്നു. താങ്കൾക്ക് അപ്പോൾ ഒരു ഫോൺ വന്നു. താങ്കൾ എല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് ഞാൻ പുറപ്പെട്ടു. സിംലയിൽ ഋഷി കപൂർ സാറിനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. ആ സമയത്ത് രാവിലെ എനിക്കൊരു ഫോൺ വന്നു, നിങ്ങൾ ഉടനെ ഡൽഹിയിൽ എത്തണം, ഇന്ന് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന്. അതാണ് ഞാൻ ക്യാമറയെ ഫേസ് ചെയ്ത അവസാനത്തെ ഘട്ടമായിരുന്നു അത്. അവസാനമായി ഋഷി കപൂർ സാറിനോടൊപ്പം അഭിനയിച്ച സിനിമ. ഋഷി കപൂർ സാർ താങ്കളോട് പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞു, കണ്ണ് ചിമ്മിക്കൊണ്ട് വെറുതെ സമയം പാഴാക്കരുതെന്ന്. അവിടെയുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാരും ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അതുകൊണ്ട് എന്നെ ഉടനെ ബാഗ് പാക്ക് ചെയ്തിട്ട് തിരിക്കാൻ പറഞ്ഞു. രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എത്ര വലിയ കാര്യമാണ്. അതിനേക്കാളും വലിയ ഭാഗ്യം എന്തുണ്ടാകാനാണ്? അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു ചാൻസ് വന്ന് താങ്കൾക്ക് വീണ്ടും ഒരു ഫോൺ വന്നാൽ ആ സീരിയലിന്റെ സെറ്റിൽ നിന്നും തിരിച്ച് ഡൽഹിയിലേക്ക് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമോ താങ്കൾ? ദേ നോക്കൂ, അവസരങ്ങൾ ഞാൻ തേടി ചെന്നിട്ടില്ല, അവസരങ്ങളാണ് എന്നെ തേടി വരിക. അതുകൊണ്ട് ഏത് അവസരം എപ്പോഴെന്നെ തേടി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവസരം എന്നെ തേടി വരുമ്പോൾ അവർ തീർച്ചയായും എന്നെ വെറുക്കുന്നതുമല്ല, നാണിക്കുകയുമില്ല. എന്റെ കഴിവിനെക്കുറിച്ച് മീഡിയയിലും ശരി രാഷ്ട്രീയത്തിലും ശരി നന്നായിട്ടറിയാം. ഞാൻ ആ ബെഞ്ച് മാർക്കിൽ നിന്നും താഴേക്കിറങ്ങില്ല. ഈ ആപ്കെ അദാലത്തിൽ വാക്കു നൽകുകയാണ്. പല പ്രാവശ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഫിലിം സ്റ്റാർ അമിതാഭ് ബച്ചൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിരുന്നു. അതിനുശേഷം ശരിക്കും അദ്ദേഹം വെക്സായി പോയി. കാരണം ഇതൊരു സെസ്ഫുൾ ആണ്, അതുകൊണ്ട് ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പറഞ്ഞു. രാജേഷ് ഖന്ന സാറും രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഇതേ അനുഭവത്തോടുകൂടി തിരിച്ചു പോയതാണ്. ഞാൻ രാഷ്ട്രത്തിനു വേണ്ടിയല്ല വന്നത്, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. വ്യത്യാസങ്ങളുണ്ട്. അതായത് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും തേടും. രാജ്യത്തിനു വേണ്ടി നമ്മൾ ചേരുകയാണെങ്കിൽ നാട്ടിന്റെ നല്ലതിനു വേണ്ടി, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പുതിയ വഴികൾ നമ്മൾ തേടിച്ചെല്ലും. രണ്ടിനും വ്യത്യാസമുണ്ട്. നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഒരുപാട് ആളുകൾ അത് ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് കരുതുന്നത്, അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് വളരെ ചുരുക്കം ആളുകൾക്കേ ലഭിക്കാറുള്ളൂ. എന്നെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ജീവൻ അർപ്പിച്ചും പണിയെടുക്കാവുന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വിജയം ഇതാണ്. BJP-യിലേക്ക് സ്മൃതി ഇറാണിയായി വന്നു. ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും ചേച്ചിയായി മാറിയിരിക്കുന്നു. അതായത് താങ്കളുടെ പങ്കാളിത്തം തുളസി എന്നുള്ള ആ ക്യാരക്ടറിൽ വളരെ വലുതായിരുന്നു. അത് ജനങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു പ്രേരണ നൽകിയ ഒന്നായിരുന്നു. ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ 150 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഷോ ചെയ്യുമ്പോൾ ഏക്താ കപൂറിനെ അപേക്ഷിച്ച് എന്റെ കയ്യിലും ഒരു വലിയ വീടുണ്ടായിരുന്നിരിക്കാം, ഒരു വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നിരിക്കാം, വലിയ വണ്ടി ഉണ്ടായിരിക്കാം. പക്ഷേ സമുദായത്തിൽ ഞാൻ ഒരുപാട് ഫാൻസിനെ കാണുമ്പോൾ ഞാൻ അവരോട് നന്ദി പറയും. കാരണം അവര് കാരണമാണ് 150 കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ആ സീരിയൽ തിരികെ തുടങ്ങിയപ്പോൾ അത് വെറും ഒരു ക്യാരക്ടറല്ല, അത് വെറും ഒരു സീരിയലല്ല, ഒരുപാട് പേരുടെ ദിവസക്കൂലിയാണത്. ജനങ്ങളെ കൊണ്ട് മാത്രമേ അതിനെ വളർത്താനും വലുതാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായി ഓർമ്മയിരിക്കട്ടെ, എപ്പോഴൊക്കെയാണ് നിങ്ങൾ TV ഓൺ ചെയ്യുന്നത്, ആരോ ഒരാളുടെ വീട്ടിൽ അടുപ്പ് കത്തുന്നെന്ന് അർത്ഥം. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞിരുന്നു. ആ സമയത്ത് താങ്കൾക്ക് ഒരു ദിവസം 1800 രൂപയാണ് ശമ്പളമെന്ന്. അതെ, എനിക്ക് മെക്ഡോണൽഡ്സിൽ 1500 രൂപ ശമ്പളം കിട്ടും. അപ്പോഴാണ് എന്നോട് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ ആക്ടിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 1500 രൂപ ശമ്പളം കിട്ടുമെന്ന്. അപ്പോൾ എന്റെ മുഴുവൻ ശ്രദ്ധയും അതിൽ മാത്രമായിരുന്നു. നിങ്ങൾ കാശിനായി ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. ഒരു വശത്ത് ഏക്തയുണ്ടായിരുന്നു. ഞാനൊരു വലിയ ചരിത്രം പഠിക്കാൻ പോകുന്നുവെന്ന് അവർ ഒരുപാട് സന്തോഷിച്ചു. മാഡം, എനിക്ക് ശമ്പളമല്ലാതെ വേറൊന്നും മുഖ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ ദിവസം വാങ്ങിച്ചിരുന്ന ആ 1800 ഇപ്പോൾ 18 ലക്ഷമായി മാറിയെന്ന് കേട്ടു. 18 ലക്ഷമൊന്നും ആയില്ല. ഒരുപക്ഷെ അത് കിട്ടിയാലും അതൊരു വലിയ കാര്യമല്ല. കാരണം ഈ ഫീൽഡിൽ ആണുങ്ങളെക്കാളും സ്ത്രീകൾക്ക് ശമ്പളം കുറച്ചാണ് കിട്ടുന്നത്. ഞാൻ ഫീൽഡിൽ ഉണ്ടായിരുന്നതുവരെ എല്ലാരെക്കാളും ഞാൻ കൂടുതൽ ശമ്പളമാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. എനിക്കിത് ക്യാമറയുടെ മുൻപിൽ പറയാൻ യാതൊരു പേടിയുമില്ല. കാരണം ഞാൻ എന്റെ ടാക്സ് കറക്റ്റായിട്ട് അടയ്ക്കാറുണ്ട്. എന്റെ ആഗ്രഹം എന്താണെന്നാൽ, എന്നെപ്പോലെ തന്നെ എല്ലാ ആക്ട്രസും എന്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ളവർ അവരുടെ ഫീൽഡിൽ ചെന്ന് പറയണം, എനിക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ
നമ്മുടെ കമ്പനി അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ എനിക്ക് പുരുഷന്മാർക്ക് ഈക്വലായി സാലറി വേണം, ഞാൻ പുരുഷന്മാരെക്കാളും ബെറ്ററായി ചെയ്താൽ എനിക്ക് അതിന് ഈക്വലായി സാലറി വേണമെന്ന് ചോദിക്കണം. താങ്കൾ തുളസി റോളിൽ അഭിനയിച്ചു, അത് മുഖേന ഒരു ഇമേജും താങ്കൾക്ക് ലഭിച്ചു. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രയോജനം ലഭിച്ചു? തീർച്ചയായും ഇല്ല, ലോസ് ആണ് ഉണ്ടായത്. കാരണം ഞാൻ ഈ രാഷ്ട്രത്തിലേക്ക് പുതിയതായി വന്നപ്പോൾ നടിമാരൊക്കെ അത്ര സീരിയസ് ആയിരിക്കില്ലെന്ന് എല്ലാവരും പറഞ്ഞു. അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയില്ല, നാട്ടിന്റെ നിയമത്തിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഒരു പോസ്റ്റിംഗിലായിരുന്നാൽ തന്റെ കടമകൾ ശരിക്കും നിറവേറ്റില്ലെന്ന് അവർ കരുതി. അതിനായി ടൈം സ്പെൻഡ് ചെയ്യില്ല, ജനങ്ങളെ ചെന്ന് കാണില്ല, പാവങ്ങളെ ചെന്ന് സഹായിക്കില്ല. ഞാൻ എന്തർത്ഥത്തിലാ പറഞ്ഞെന്ന് വെച്ചാൽ, ഇവിടെ ഹേമാമാലിനി ഉണ്ട്, അവരും BJP-യിൽ അതെ. വലിയൊരു സ്റ്റാർ ക്യാമ്പയിനറാണ്, പാർലമെന്റിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർ പബ്ലിക് മീറ്റിംഗിൽ പോവുകയാണെങ്കിൽ ജനങ്ങൾ ഷോലെ സിനിമയിലുള്ള ഡയലോഗ്സ് പറയാൻ പറയുകയാണ്. ആ സമയത്ത് അവർ പറയുന്നത് ചൽ ധനോ എന്ന ഡയലോഗാണ്. ഇന്ന് ബസന്തിക്ക് ഒരു മര്യാദയുടെ പ്രശ്നമുണ്ടെന്ന്. താങ്കൾ പോകുന്ന സമയത്ത് ജനങ്ങൾ താങ്കളോട് തുളസിയിലുള്ള ഡയലോഗ് പറയാൻ ടെലിവിഷനിൽ നിർബന്ധിക്കും. എന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ചോദ്യവും വന്നിട്ടില്ല. പക്ഷേ ഹേമാജി ഒരു നടിയായിരിക്കുന്ന സമയത്ത് ഐക്കോണിക് ഡയലോഗിനു വേണ്ടിയും ഐക്കോണിക് സിനിമയ്ക്ക് വേണ്ടിയും പ്രസിദ്ധമായവരാണ്. ഇപ്പോഴും അവരെ അതേ കാഴ്ചയിലാണ് കാണുന്നത്. കാരണം അങ്ങനെ ഒരു മുദ്ര കുത്തപ്പെടുന്നു. ദേശത്തിന്റെ കൾച്ചറൽ ഭൂപടത്തിൽ മീഡിയ രൂപീകരിക്കുന്നതാണ് ഇതെല്ലാം. എന്റെ സീരിയലിൽ ഇതുപോലത്തെ ഐക്കോണിക് ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങളൊരു സാധാരണ സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് കാണിച്ചത്. അതുപോലെ രാഷ്ട്രീയത്തിലും ഞാൻ ഒരുപാട് ചിന്തിച്ച് നല്ലൊരു തീരുമാനമെടുത്തു. എന്നെ ആരെങ്കിലും ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായി നോക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. ഞാനൊരു കഥാപാത്രമായി ജനങ്ങളുടെ ചിന്തകളെ നശിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി കാണിക്കാൻ പാടില്ല. കാരണം രാഷ്ട്രീയം എന്നത് വെറുമൊരു കളിയല്ല. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്നാൽ എന്റെ പ്രായം അപ്പോൾ വളരെ കുറവായിരുന്നു. ചെറുപ്പത്തിലുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നാൽ ആദ്യം പഠിക്കുക എന്നിട്ട് പ്രവർത്തിക്കുക എന്ന് പറയും. യങ്സ്റ്റേഴ്സ് എന്ത് പറയും? ചാൻസ് കിട്ടിയാലല്ലേ അനുഭവിക്കാൻ സാധിക്കുമെന്ന്. ആദ്യത്തെ കാര്യം, എന്റെ വയസ്സ് കുറവാണ്, പിന്നെ ഞാനൊരു സ്ത്രീയാണ്, കൂടാതെ ഞാനൊരു സീരിയൽ ആക്ട്രസുമാണ്. അതിലെനിക്ക് തുളസിയുടെ ക്യാരക്ടർ സീരിയൽ ഒന്നും ഒരു ആക്ട് വലിയ ചെയ്ത താങ്കൾ കാര്യമല്ല. വളരെ ചെറുപ്പക്കാരിയാണ്. പക്ഷേ നിതിൻ ഗഡ്കരി താങ്കളെ ഒരു പ്രായമുള്ള വ്യക്തിയായി കണ്ടു. ആ ഞാൻ യുവ മോർച്ചയിൽ ഉപരാഷ്ട്രപതിയായിരുന്നു 2013. എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ചെയർമാൻ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ, അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്, ദേവേന്ദ്ര ഫെഡ്നവിസ്. പിന്നെ പർബണിലിരുന്ന് സുജിത് ഠാക്കൂർ എന്റെ ചെയർമാനായിരുന്നു. അതുപോലുള്ള വലിയ ആളുകൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ MLC-യിൽ ഇരിക്കുകയാണ്. നിതിൻജി അവരെല്ലാരെയും വിളിച്ച്, നിങ്ങൾക്ക് വട്ടെന്തെങ്കിലും പിടിച്ചോ? ആ വയസ്സായ സ്ത്രീയെ യുവമോർച്ചയിൽ എന്തിനാണ് ചെയർമാനാക്കിയതെന്ന് ഇവരെല്ലാരും ചേർന്ന് നിതിൻജി സാറിനോട് പറയേണ്ടതായി വന്നു. 70 വയസ്സായി തുളസി ക്യാരക്ടറിൽ അഭിനയിച്ചിരിക്കുന്നു, പക്ഷെ അവർക്ക് 25 വയസ്സാണെന്ന്. അപ്പോഴാണ് നിതിൻ സാറിന് ഒരു സന്തോഷം വന്നത്. എന്നാൽ സാരമില്ല, വിട്ടേക്കുമെന്ന്. 70 വയസ്സ് സ്ത്രീക്ക് യുവമോർച്ചയിൽ എന്താണ് കാര്യമെന്ന് കരുതിയെന്ന്. താങ്കൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ആ തുളസി എന്നുള്ള ക്യാരക്ടർ ലോകം മുഴുവനുമുള്ള ജനങ്ങളെ കീഴടക്കിയ ഒരു ക്യാരക്ടറാണ്. അതായത് താങ്കൾ മദീനയിലേക്ക് പോയപ്പോൾ അവിടെയും തുളസിയെ കാണാൻ വേണ്ടി ജനങ്ങൾ വന്നെന്നാണ് കേട്ടത്. ഞാനൊരു മന്ത്രിയായി മെദീനയിലേക്ക് ചെന്നിരുന്നു. പിന്നെ അവിടെ ചെന്ന് എനിക്കൊരു ചെറിയ ചിന്തയും ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ കൾച്ചർ പ്രകാരമാണ് ചെന്നത്. എന്റെ നെറ്റിയിൽ പൊട്ട്, കുങ്കുമം, പിന്നെ കഴുത്തിൽ താലി, ഈ രീതിയിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് മെദീനയ്ക്കകത്തേക്ക് ആർക്കും ചെല്ലാൻ പറ്റില്ല. കാരണം അതൊരു വലിയ മഹത്വമുള്ള സ്ഥലമാണ് മുസ്ലിം സമൂഹത്തിന്. പക്ഷെ എനിക്ക് അനുവാദം അവർ നൽകി. നിങ്ങളുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് പോകാമെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ സെക്യൂരിറ്റി വളരെ ടൈറ്റായിരുന്നു. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ, അല്ല അത് കാരണം വേറെന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നമുണ്ടായാൽ, ദേഷ്യപ്പെട്ട് ആരെങ്കിലും സ്മൃതി ഇറാനിയെ അടിക്കാനായി വന്നാലോ, അതുകൊണ്ട് സെക്യൂരിറ്റി ചുറ്റിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ അവസ്ഥയിൽ ഞാൻ ഒരു കോർണറിലേക്ക് ചെന്നതും എന്നെ നോക്കി ഒരു കൂട്ടം ആളുകൾ ഓടി വരാൻ തുടങ്ങി. ഉടനെ അവിടെ സെക്യൂരിറ്റി അലർട്ടായി. ഒരുപക്ഷേ ഈ കോലം കണ്ടിട്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നോ എന്ന്. പക്ഷേ പെട്ടെന്ന് അവിടെ നിന്ന് ഒരാൾ തുളസി എന്ന് നിലവിളിച്ചു. അപ്പോൾ ഞാൻ എന്നെ അടിക്കാൻ വരികയല്ല, ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വരികയാണെന്ന് ഞാൻ പറഞ്ഞു. സെക്യൂരിറ്റി ചോദിച്ചു, തുളസി എന്നാൽ ആരാണത്? ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. കാരണം അവരെല്ലാരും തന്നെ വേറെ സ്റ്റേറ്റിൽ നിന്നും വന്നവരാണ്. അവരിവിടെ ഒരു ഫിലിം ഗ്രേജിന് വേണ്ടി വന്നിരിക്കുകയാണ്. അവർ വേറെ വേറെ ദേശത്തു നിന്നും വന്നവരാണ്. എന്നോടെന്തു പറഞ്ഞെന്നാൽ, സ്വാഗിലിൽ ആ സീരിയൽ ഡബ്ബായപ്പോൾ
അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്നിരുന്നു. അപ്പോൾ അവർ എന്തു പറഞ്ഞെന്നാൽ, അവർ ഡോണോ ടിവിയിൽ തുളസി എന്ന ക്യാരക്ടർ കണ്ടിട്ടുണ്ടത്രേ. എനിക്ക് ഡബ് ചെയ്യാൻ അഫ്ഗാനിസ്ഥാൻ ആർട്ടിസ്റ്റ്, അവരും ഇലക്ഷനിൽ നിൽക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ശരി, നല്ലതെന്ന് പറഞ്ഞു. ഇപ്പോൾ അതേ സീരിയലിൽ താങ്കൾ വീണ്ടും അഭിനയിക്കാൻ പോകുന്ന ആ ക്യാരക്ടർ ഇതുപോലെ ആ ഐക്കോണിക് ക്യാരക്ടർ തന്നെയാണോ? അതിന് നിങ്ങൾ ഏക്തയെ അടുത്ത് വിളിച്ചിരുത്തി ചോദ്യം ചോദിക്കണം. പക്ഷേ ഒന്ന് മാത്രം നേരാണ്, അത് ഏക്തയായിരിക്കട്ടെ അല്ലെങ്കിൽ ചാനലായിരിക്കട്ടെ, അവർക്ക് എന്റെ ജീവിതയാത്ര അറിയാം. 2 ഘട്ടങ്ങളായി സമുദായവുമായി ബന്ധപ്പെട്ടതാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ ഇപ്പോഴുള്ള ജനറേഷൻ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജനറേഷനോടൊപ്പം എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയൊക്കെയാണ് വെറുപ്പുകൾ ഉണ്ടാകുന്നത്. അതായത് യങ്സ്റ്റേഴ്സൊക്കെ കരുതും ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന്. സ്നാപ്ചാറ്റിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് എന്തറിയാം. പിന്നെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹങ്ങൾ, പിന്നെ അവരുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ പേടികൾ, പിന്നെ ഞങ്ങളെക്കാളും അടുത്ത ജനറേഷൻ. അവർ ഞങ്ങളോട് പറയും, കണ്ടോ കുട്ടികൾ വളർന്നതിന് ശേഷം എത്ര കഷ്ടമാണെന്ന്. ഇങ്ങനത്തെ 3 ജനറേഷന്റെ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഏതോ ഒരു ഭാഗത്തെ യോജിച്ചിരിക്കുന്നു. അത് വ്യൂവേഴ്സ് കാണുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സ്മൃതി ഇറാനിയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. കുട്ടിക്കാലത്ത് തെരുവിലുള്ള കുട്ടികളൊക്കെ സ്മൃതി ഇറാനിയെ കണ്ടാ പേടിക്കുമായിരുന്നെന്ന് കേട്ടു. റൗഡിസം കുറച്ച് റൗഡികൾ കൂടുതലായിരുന്നു. മാത്രമേ പേടിക്കുള്ളൂ, സാധാരണ കുട്ടികളല്ല. രണ്ടിനും വ്യത്യാസമുണ്ട്. എല്ലാ കുട്ടികളും റൗഡികളല്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫോർമർ യൂണിയൻ മിനിസ്റ്ററായ സ്മൃതി ഇറാനിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ സ്മൃതി ഇറാനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ എല്ലാവരെയും പേടിപ്പിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് തെരുവിലുള്ള കുട്ടികളൊക്കെ സ്മൃതി ഇറാനിയെ കണ്ടാ പേടിക്കുമായിരുന്നെന്ന് കേട്ടു. റൗഡിസം കുറച്ച് റൗഡികൾ കൂടുതലായിരുന്നു. മാത്രമേ പേടിക്കുള്ളൂ, സാധാരണ കുട്ടികളല്ല. രണ്ടിനും വ്യത്യാസമുണ്ട്. എല്ലാരും റൗഡികളല്ല. നമ്മൾ പറയുന്നത് കുസൃതികൾ കാണിച്ചിട്ട് റൗഡി. കുസൃതിയല്ല, കുസൃതിക്കും റൗഡിസത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. സ്ത്രീകളെ കളിയാക്കുന്നവരെ ഞാൻ പേടിപ്പിക്കും. സ്മൃതിക്ക് കാര്യം അറിഞ്ഞാൽ അടി മാത്രമാണ്. അപ്പോ യഥാർത്ഥത്തിൽ അടിക്കൂ? അതെ, എനിക്ക് ദേ ഇവിടെ നോക്കിയാൽ ഒരു ചെറിയ മാർക്ക് കാണാം, ഒരു കട്ട് കാണാം. ഒരു ദിവസം ഒരു ചെറുക്കനെ ഞാൻ നന്നായി അടിച്ചു. അതായത് ഞങ്ങളുടെ തെരുവിൽ നിന്നും കുറച്ച് പെൺകുട്ടികൾ വന്നു പറഞ്ഞു, ഞങ്ങൾ ട്യൂഷനിലേക്ക് പോകുമ്പോൾ ഈ ചെറുക്കന്മാർ തെരുവിലുള്ള ആ ഭാഗത്ത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, പോകാൻ സമ്മതിക്കുന്നില്ല, പോയാൽ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന്. അപ്പോൾ കുട്ടികൾ വന്ന് സ്മൃതി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നെന്നാൽ ഞങ്ങൾ അച്ഛനമ്മമാരോടൊന്നും പറയില്ല. അപ്പോഴെന്ന് വെച്ചാൽ ഏകദേശം 35-40 വർഷങ്ങൾക്ക് മുൻപ്. അവരോടെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നീ എന്തിനാ അവിടേക്ക് പോകുന്നെന്ന് ചോദിക്കും. ചെറിയ കുടുംബത്തിൽ, ലോയർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കുമെന്നാൽ നീ എന്തിനാണ് അവിടേക്ക് പോയത്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു. പക്ഷെ ഞാൻ എങ്ങനെയാണെന്നാൽ ഞാൻ എന്തിനു അവോയ്ഡ് ചെയ്യണം, അതിന് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കും. അവരോട് ഞാൻ പറഞ്ഞു, വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ എന്നോട് പറയാൻ. അവന്മാരൊക്കെ എന്നെക്കാളും 1-2 വയസ്സ് മൂത്തവരാണ്. സോ പെൺകുട്ടികളും ആൺകുട്ടികളും നേർക്കുനേർ വന്ന് നിന്നു. അതിൽ എന്റെ പ്രശ്നം എന്താണെന്നാൽ അമ്മ ഷിഫ്റ്റിന് ചെന്നിട്ട് വീട്ടിലേക്ക് വരും. അമ്മ ഉറക്കത്തിൽ എണീക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമാകും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അമ്മയെ വീട്ടിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് വന്നേക്കെന്ന് പറഞ്ഞു. അമ്മയെ ലോക്ക് ചെയ്തിട്ട് വന്നാൽ പ്രശ്നം തീരുന്നതുവരെ അവർ ഉറങ്ങുമെന്ന് ഞാൻ കരുതി. അപ്പോൾ അവിടെ അടിയും പിടിയും വലിയ പ്രശ്നമായി. അതിലൊരു ചെറുക്കൻ വന്ന് എന്റെ കോളർ പിടിച്ചു. ഞാൻ അവന്റെ കോളറിൽ പിടിച്ചിരുന്നു. ബാൽക്കണിയിൽ നിന്നും അമ്മ വിളിച്ചോണ്ട് വരികയാണ്. അമ്മ ഉടനെ അയ്യോ എന്റെ മോളെ വിട്ടേക്കണേ പാവം ഒന്ന് നിലവിളിച്ചു. എനിക്ക് വളരെ എംബാരസിംഗ് ആയി. ഞാനൊരു സ്ത്രീയാണെന്ന് ഓർക്കാതെ അവൻ എന്നെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും അവനെ അടിച്ചോണ്ടിരുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് എന്നെ ഇവിടെ ഒരു ഇടി ഇടിച്ചു. അത് പെട്ടെന്നൊരു മുറിവായി മാറി. അതിനുശേഷം ഞാൻ ആ ചെറുക്കനെ അത്ര പെട്ടെന്ന് വെറുതെ വിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് അടി കിട്ടി. നീ എന്താ വലിയ നേതാവാണോ? നേതാവൊന്നുമല്ല, ഒരു ചെറിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അച്ഛനോടെന്താ പറയാഞ്ഞേ? ആരും ആരുടെ അച്ഛനമ്മയോടും പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് പിന്നെ ഇവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ എനിക്കറിഞ്ഞ് എല്ലാരോടും പറഞ്ഞു കാണും. ട്രെയിനിലോ ബസ്സിലോ ചെന്നാൽ ബാഗ് മുൻപിൽ വെക്കണം. ഒരുപാട് ആണുങ്ങളുണ്ടായാൽ ആ ബസ്സിൽ കയറരുത്. അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും അത് നടന്നിട്ടുണ്ട്. എന്റെ ചിന്ത എപ്പോഴും
ഒരിക്കലും ഒരു വിക്ടിമാകരുതെന്നതാണ്. നമ്മൾ കഷ്ടപ്പെടുന്ന കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു, എല്ലാം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും കാണുന്നവരൊക്കെ നമ്മളെ അടക്കി ഭരിക്കാൻ എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നീ എന്താ വലിയ നേതാവാകാൻ പോവുകയാണെന്ന്, നീ എല്ലാരോടും ഉത്തരം പറയുമല്ലോ എന്ന് ചോദിച്ചു. പട്ടിണിയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. കുട്ടിക്കാലത്ത് താങ്കൾ വെള്ളം പിടിക്കാൻ പോകുമ്പോൾ അവിടെയും വഴക്കുണ്ടാക്കുമെന്നാണ് കേട്ടത്. ഇല്ല 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 ഇല്ല, ഞാൻ ഡൽഹിയിൽ ടാങ്കർ കാലം വരുന്നത് വരെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്റെ കയ്യിൽ ഒരു ബക്കറ്റ് തരും, റെഡ് കളർ ബക്കറ്റ്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ എത്ര കഴിവുള്ള ആളാണ്, എത്ര ബുദ്ധിശാലിയാണ്, ഇതൊക്കെ ആ ടാങ്കറിൽ നിന്നും വെള്ളം എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ മനസ്സിലാക്കാം. ഒരുപക്ഷെ ഗ്രാമത്തിലാണെങ്കിൽ കിണറിൽ നിന്നും വെള്ളം എടുക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാം. എല്ലാവരുടെ കൂടെയും വഴക്കിട്ടാലും ഇട്ടില്ലെങ്കിലും അമ്മയുടെ കയ്യിലെത്തേണ്ട വെള്ളം തീർച്ചയായും ചെന്നെത്തുന്നതാണ്. എനിക്ക് മറ്റുള്ളവരുമായി വഴക്ക് കൂടുന്നതിൽ പ്രശ്നമൊന്നുമില്ല, അമ്മയിൽ നിന്നും വഴക്ക് വാങ്ങരുത്. പല പല ചെറിയ ചെറിയ ജോലികളെല്ലാം താങ്കൾ ചെയ്തിരിക്കുകയാണ്. റോഡിൽ ബുക്കുകൾ വിറ്റിരുന്നു. അച്ഛനാണ് വിറ്റത്. ഡൽഹിയിൽ ഡോലക് ബാർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആർമി ക്ലബിന് മുൻപിലായി ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ കാലത്ത് ഡൽഹിയിൽ ജോലി ചെയ്യാൻ ഒരുപാട് ആളുകൾ വരുമായിരുന്നു. അവർ അവിടെ വന്ന് ആ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് പിടിച്ചാണ് ഗുർഗയിലേക്ക് പോകുന്നത്. ഇപ്പോൾ വളരെ വലിയ സ്ഥലമായി, അപ്പോൾ ഗ്രാമമായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെയാണ് ഹിന്ദി ബുക്കൊക്കെ വിറ്റുകൊണ്ടിരുന്നത്. ആ സമയത്ത് ശാന്തി നികേതൻ, അവിടെ അപ്പോൾ അച്ഛൻ ഇംഗ്ലീഷ് ബുക്കൊക്കെ വിൽക്കുകയായിരുന്നു. ഞാൻ അച്ഛനോട് എപ്പോഴും ചോദിക്കും, ഇവിടെ എന്തിനാ ഹിന്ദി ബുക്ക് വിൽക്കുന്നത്, അവിടെ എന്തിനാ ഇംഗ്ലീഷ് ബുക്ക് വിൽക്കുന്നതെന്ന്. അതിന് അദ്ദേഹം ആ ബസ് സ്റ്റാൻഡിൽ നിന്നും വർക്കേഴ്സൊക്കെ ജോലിക്ക് പോകും, അതിനായി അവർക്ക് സെക്കൻഡ് ഹാൻഡ് ഹിന്ദി ബുക്ക് വിൽക്കുന്നു. പക്ഷേ ഇവിടേക്ക് ഡൽഹിയിലുള്ള പണക്കാരൊക്കെ വരും, അതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് ബുക്ക് വിൽക്കുന്നെന്ന് പറയും. ഞാനപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഒരു ദിവസം നമ്മുടെ വീടും ഇവിടെയായിരുന്നാൽ എങ്ങനെയിരിക്കുമെന്ന്. ഇവരൊക്കെ യൂണിഫോം ഇടുന്നത് പോലെ ഞാനും ഒരു യൂണിഫോം ഇട്ട് എല്ലാവരും എന്നെ നോക്കി സല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന്. അച്ഛനതിന് മറുപടിയൊന്നും പറയില്ല. അതും സംഭവിച്ചു. വീടും വാങ്ങി, അതും അതേ സ്ഥലത്ത്. ആൻഡ് അതോടൊപ്പം മര്യാദയെ എനിക്ക് സല്യൂട്ടും കിട്ടി. ഒരു ദിവസം വീടൊഴിയേണ്ട സാഹചര്യവും താങ്കൾക്കുണ്ടായി. 7 വയസ്സിൽ വീടൊഴിപ്പിച്ചു. അത് ഞങ്ങളോട് വേഗം കഴിക്കണമെന്ന് പറഞ്ഞു. 3 ചേച്ചിയും അനിയത്തിയും, ഞാനാണതിലാദ്യം. അപ്പോൾ വെറും ചോറും പരിപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ തിങ്സൊക്കെ പാക്ക് ചെയ്യായിരുന്നു, ഞങ്ങൾ കഴിച്ചു കഴിയട്ടെ എന്ന്. അപ്പോഴേക്ക് വെറും സൈക്കിൾ റിക്ഷ മാത്രമേ അവിടെ കാണുള്ളൂ. ആ സമയത്ത് ഗ്യാസ് സിലിണ്ടറൊക്കെ അവിടെ വളരെ വലിയ കാര്യമായിരുന്നു. എന്റെ അച്ഛൻ കോൺഗ്രസിലായിരുന്നു. ആ ഏരിയ മുഴുവൻ ഇതൊരു വലിയ കാര്യമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണ് ഗ്യാസ് ഉണ്ടായിരുന്നത്. അമ്മയുടെ ഒരു കൈയിൽ സിലിണ്ടറും മറ്റൊരു കൈയിൽ ഞങ്ങളും. ഞാൻ നിന്നുകൊണ്ട് വീട് നോക്കുകയായിരുന്നു. അമ്മ ചോദിച്ചു, എന്തിനാ വീടിനെ നോക്കുന്നതെന്ന്. ഒരു ദിവസം ഇതേ വീട് ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ ഈ തുളസി ഈ രാഷ്ട്രീയത്തിനൊക്കെ വന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ ആ വീട്ടിന്റെ മുൻപിൽ ചെന്ന് നിന്നു. അമ്മ കേട്ടു, ശരിക്കും ഈ വീട് വാങ്ങണമോ എന്ന്. ഞാൻ പറഞ്ഞു, നമ്മുടെ ദുഃഖങ്ങളൊക്കെ എന്തിനാ വില കൊടുത്ത് വാങ്ങുന്നതെന്ന്. ഞാൻ അത്ര വലിയ മണ്ടിയല്ല എന്ന്. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, നമ്മൾ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തും, നല്ലതേ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്ന് താങ്കൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തുവോ? അന്ന് താങ്കൾക്ക് ഓർമ്മ വന്നോ 7 വയസ്സ് പെൺകുട്ടി എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരുന്നു എന്ന്? ഞാൻ ഏത് ആർമി ക്ലബിന്റെ മുൻപിൽ ഇരുന്നു കൊണ്ടാണോ ബുക്ക് വിറ്റുകൊണ്ടിരുന്നത്, അതേ ആർമി സുപ്രീം കമാൻഡറിന് മുൻപിലായി ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഡൽഹിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ റോട്ടിൽ നിന്നും നോക്കിയിട്ടുണ്ട്, രാഷ്ട്രപതി ഭവനിൽ നിന്നും നോക്കിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും ഈ യാത്ര ഒരിക്കലും അവസാനിക്കില്ല. ബാക്ക് ബോൺ പോലെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയുണ്ട്. ഒരിക്കലും അത് വളയുന്നതല്ല, വാല്യൂസിൽ കോംപ്രമൈസ് ചെയ്യുന്നതല്ല. ആരെന്ത് പറഞ്ഞാലും ശരി, എന്ത് കഷ്ടം വന്നാലും ശരി, എന്നെ സംബന്ധിച്ച് ആരെങ്കിലും എന്നെ മുഴുവനായി നശിപ്പിച്ചാലും ശരി, അതിനുവേണ്ടി ഞാൻ എന്റെ ഗുണം മാറ്റുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നോർമലി റിജക്ഷൻസ് സംഭവിച്ചാൽ നമ്മൾ തകർന്നു പോകും. താങ്കൾ ജോലിക്ക് വേണ്ടി ജെറ്റ് എയർവേസിൽ പോയപ്പോൾ താങ്കൾക്ക് പേഴ്സണാലിറ്റി ഇല്ലെന്ന് പറഞ്ഞ് അവർ താങ്കളെ റിജക്റ്റ് ചെയ്തു. അതെ, അതുകൊണ്ടാണ് എയർലൈൻസും ക്ലോസ് ആയത്. എന്നെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അതിനു പുറകിൽ ഒരു കാരണമുണ്ടാകുമെന്ന്. ദൈവം ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന്. ദൈവത്തിനോട് ചെന്ന് നമ്മൾ, അല്ലയോ എന്റെ ദൈവമേ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ദൈവം ഉടനെ നമുക്ക് ഫോൺ ചെയ്ത് കാശ് അവിടെയുണ്ട് ചെന്ന് എടുത്തോളെന്ന് പറയുമോ? ദൈവം നിങ്ങൾക്കൊരു ശക്തി നൽകും, അത് ഉപയോഗിച്ച് നിങ്ങൾ അധ്വാനിച്ച് കാശുണ്ടാക്കണം. നിങ്ങൾ ദൈവത്തോട് എനിക്ക് സമാധാനം വേണമെന്ന് ചോദിച്ചാൽ ഉടനെ അദ്ദേഹം ശരി, ഇന്നു മുതൽ അങ്ങനെ ആകട്ടെ എന്ന് പറയുമോ? അദ്ദേഹം നിങ്ങൾക്ക് ഒരുപാട് കഷ്ടങ്ങൾ തരും, അതിൽ നിന്നും പേഷ്യൻസ് താനേ വരും.
ദൈവം നിങ്ങൾ എവിടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിനൊരു വഴികാട്ടിയായിരിക്കും. അത്ര എളുപ്പത്തിൽ സംഭവിക്കില്ല. ലെജൻഡ്സ് ആൻഡ് ലെഗസി ഒന്നും എളുപ്പത്തിൽ കിട്ടില്ല. അതിന് തീർച്ചയായിട്ടും അതിന് സമയമാകും. പിന്നിൽ പല പോരാട്ടങ്ങളും കാണും. എന്നാലും അതായത് ഇത്രയും കഷ്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് പോലും താങ്കൾക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം ലഭിക്കുന്നത്? ദാരിദ്ര്യത്തെക്കാളും ധൈര്യം തരുന്നത് മറ്റൊന്നുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. ഞാൻ മുൻപേ തീരുമാനിച്ചു കഴിഞ്ഞു. ദാരിദ്ര്യത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഒരുപാട് കഷ്ടങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ ആഗ്രഹം എന്തായിരുന്നെന്നാൽ മരിക്കുമ്പോൾ ലെജൻഡായി മരിക്കണം. അത് ഞാൻ തീരുമാനിച്ചിരുന്നു. താങ്കളുടെ വീട്ടിൽ ഒരു മിനി ഇന്ത്യ തന്നെ ഉള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പല റിലീജിയനിലുള്ളവര്. ഒരുപാട് പാർട്ടിക്കാരുണ്ടായിരുന്നു. ഒരാൾ മഹാരാഷ്ട്ര, ഒരാൾ ബംഗാൾ. മുത്തശ്ശി മഹാരാഷ്ട്ര, അപ്പുപ്പൻ പഞ്ചാബി. പാർട്ടീഷന് ശേഷം യുപിയിൽ നിന്നും മുറാദാബാദിലേക്ക് വന്നു. മുത്തശ്ശി ദുബടി അസാമിലായിരുന്നു. പിന്നെ അപ്പുപ്പൻ ബംഗാളിലും. ഞാൻ കല്യാണം കഴിച്ചത് പാർസി കുടുംബത്തിലുള്ള ആളാണ്. ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്ക് വന്ന ആള്. മിക്സിംഗ് വളരെ നന്നായിരുന്നു. ഇപ്പോൾ എന്റെ വീട്ടിലെ മരുമകൾ സൗത്ത് ഇന്ത്യയിൽ നിന്നും വന്ന ആളാണ്. നിങ്ങൾ പറയുന്നത് പോലെ മിനി ഇന്ത്യയാണ്, അതിൽ സംശയം വേണ്ട. അതുപോലെ ഒരുപാട് പൊളിറ്റിക്കൽ തോട്ട്സ് ഉള്ളവരുണ്ട്. അച്ഛൻ കോൺഗ്രസ്, അമ്മ സംഘത്തിലുണ്ട്. ഞാൻ BJPയിലാണ്. പിന്നെ ഒരു അമ്മായിയുണ്ട്, അവർ NCPയിലാണ്. അവർ മരിച്ചുപോയി. അതിനുശേഷം അവരുടെ എക്സ് ഹസ്ബൻഡ് വന്ന് അദ്ദേഹം CPMയിലാണ്. ഞങ്ങളുടെ വീടിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അതായത് 11 വർഷമായി എന്റെ പാർട്ടിക്കാരാണ് ഭരിക്കുന്നത്. വെറും സംസാരം മാത്രമല്ല, ഹടിയും പിടിയും താങ്കളുടെ വഴക്കൊക്കെ മുന്നിൽ ആർക്കെങ്കിലും നടക്കും. സംസാരിക്കാൻ സാധിക്കും? പക്ഷേ വലിയവരൊക്കെ സംസാരിക്കാം. രാഷ്ട്രീയമാണോ അത് ആക്ടിംഗ് ആണോ നിങ്ങൾക്ക് കഷ്ടമായിട്ട് തോന്നുന്നത്? ഒരു നിങ്ങൾ സ്ത്രീ രണ്ടും ആയിരിക്കുന്നത് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. കഷ്ടമാണ്. ഏതാ നിങ്ങൾക്ക് കഷ്ടമായിട്ട് തോന്നിയത്? സ്ത്രീ ആയിരിക്കുന്നതാണ് വളരെ കഷ്ടം. രാഷ്ട്രീയവും മീഡിയയും കഷ്ടമല്ല. നിങ്ങൾ പറഞ്ഞത് correct അതായത് ആണ്, ഒരു madam. സ്ത്രീക്ക് എന്നെ പോലെ വായി കത്രിക പോലെ ഇരുന്നാൽ അത് വളരെ കഷ്ടമാണ്. താങ്കളാണോ ചോദിക്കാൻ പോകുന്നത്? രാഹുൽ ഗാന്ധിജി ഇലക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് തോക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ട്രാറ്റജി ഫെയിലിയർ ആണോ അതോ പ്ലാനിംഗ് ഫെയിലിയർ ആണോ? എന്റെ ചോദ്യം, ഇതിനുശേഷം എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സാർ, ഞാൻ രാഹുൽ ഗാന്ധിയുമല്ല ജ്യോത്സ്യനുമല്ല. ഇതിനുള്ള ഉത്തരം രണ്ടുപേർക്കേ നൽകാനാകൂ. രജിത് ശർമ്മ, ഇന്ത്യ TV, ആപ്കെ അദാലത്ത്. നിങ്ങൾ ഇവരോട് വേണം ചോദിക്കാൻ. വ്യത്യാസം എന്താണെന്നാൽ, നമ്മളൊരു പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നാൽ ഫെയിലുവർ നമുക്ക് മറികടക്കാനാകും. നിങ്ങളൊരു പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോ വട്ടവും റിവലന്റായും റീഇൻവെന്റ് തീർച്ചയായും ചെയ്തേ തീരൂ. നിങ്ങൾ ഈ രണ്ട് കാര്യവും ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ മീഡിയ ആയാലും ശരി, രാഷ്ട്രീയമായാലും ശരി, സമുദായത്തിലുള്ള യാതൊരു പ്രൊഫഷനിലും നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാനാവില്ല. സോ രാഹുൽജിക്ക് അങ്ങനെയൊരു ബേർഡൺ ഇല്ലെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ പേര് തന്നെ അദ്ദേഹത്തിന് മതി. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഓരോ ദിവസവും പോരാട്ടത്തിലാണ് തുടങ്ങുക. ഓരോ ദിവസം പുതിയതായി വിജയിക്കേണ്ടതായിരിക്കുന്നു. താങ്കൾ പറഞ്ഞു രാഷ്ട്രീയത്തിൽ താങ്കളൊന്നും ജ്യോത്സ്യക്കാരനല്ലെന്ന്. പക്ഷേ രേഖാ ഗുപ്തയെ താങ്കൾ പല വർഷങ്ങൾക്ക് മുൻപേ മുഖ്യമന്ത്രിയാവുമെന്ന് പ്രവചിച്ചില്ലേ? അവരാണെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ താൻ നേതാവാകണമെന്നുള്ള ചിന്തയില്ല. രേഖയെ നോക്കിയാൽ 15 വർഷമായി പ്രവർത്തകരോടൊപ്പം നന്നായി പണിയെടുക്കുകയാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, അതായത് എനിക്ക് ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അവരുടെ ഗുണം എങ്ങനെയായിരിക്കുമെന്നാൽ, ചേച്ചി പാർട്ടിയിൽ ഇതെന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കും. ഇതെന്റെ ആഗ്രഹമായിരുന്നു, അതായത് രേഖ നല്ലൊരു സ്ഥാനത്ത് എത്തണമെന്നത്. സോ വാനതി ശ്രീനിവാസൻ ഞങ്ങളുടെ വനിതാ കമ്മിറ്റിയുടെ നേതാവായിരുന്നു. 2007 മുതൽ ഒന്നിച്ച് ഞങ്ങൾ പണിയെടുക്കുകയാണ്. ഒരു മാസം ഞാൻ വാനതിയുടെ പുറകെ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം എന്റെ വായിൽ നിന്നും വന്നു, പ്ലീസ് വാനതി എന്നെ സഹായിക്കൂ, ഒരു ദിവസം ഇവൾ ഡൽഹിയിലെ മന്ത്രിയാകുമെന്ന്. രേഖ തലയിലടിച്ചു, എന്തിനാ ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന്. വാനതി, നീ എന്തെങ്കിലും ചെയ്യുന്നു ഞാൻ പറഞ്ഞു. രേഖ അന്ന് ശപഥമെടുക്കുന്ന ദിവസമാണ്. ചേച്ചി നിങ്ങളും വരുന്ന ഒന്ന് എന്നെ വിളിച്ചു. ഞാനപ്പോൾ അവളോട് പറഞ്ഞു, നീ മന്ത്രിയായെന്ന്. ഈ ചേച്ചിയുടെ പണി ഇതോടെ കഴിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ആ രേഖയും വാനതിയും ഇതുപോലെ വലിയൊരു പൊസിഷനിൽ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. താങ്കളുടെ മറ്റൊരു രാഷ്ട്രീയ ജ്യോത്സ്യത്തിനെ കുറിച്ചും എന്റെ പറയാം. ദൈവമേ, താങ്കൾ ദേവേന്ദ്ര ഫഡ്നവിസിനോട് പല വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു താങ്കൾ ചീഫ് മിനിസ്റ്റർ ആകുമെന്ന്. അത് പെട്ടെന്ന് എന്റെ വായിൽ വന്നു.
ഞാനും ദേവേന്ദറും ഒരു ഫ്ലൈറ്റിൽ പോവുകയായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 27-28 വയസ്സ് കാണും. അപ്പോൾ മഹാരാഷ്ട്രയിൽ നോക്കിയാൽ വലിയ വലിയ ലീഡേഴ്സ്, പ്രമോദ് മഹാജൻ സർ, ഗോപിനാഥ് മുണ്ടൻജി, നിതിൻജി, പറയണമെങ്കിൽ അവരെല്ലാവരുടെ കീഴിലും ഞങ്ങൾ പണി ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞു, ദേവേന്ദർ, നീ ഒരു ദിവസം വലിയ മന്ത്രിയാകുമെന്ന്. അതിന് അദ്ദേഹം ഉടനെ പറഞ്ഞു, നിനക്കെന്താ വട്ടാണോന്ന്? ഇത്ര വലിയ വലിയ ലീഡേഴ്സിന് താഴെ നമ്മൾ പണി ചെയ്യുന്നു. ആർക്കറിയാം, ഒരുപക്ഷെ നീ അങ്ങനെ ആയാൽ? ഞാൻ പറഞ്ഞില്ലേ, BJPക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ കൂടെയുള്ളവർക്ക് നല്ലത് നടക്കണമെന്ന് കരുതുന്നത്. മറ്റുള്ളതൊക്കെ പിന്നെ ചിന്തിക്കാം. നീ ഒരു നല്ല അവസ്ഥയിലെത്തുന്നത് നിങ്ങൾ നോക്കിയാൽ വിഷ്ണു ദേവ്ജി ഛത്തീസ്ഗഡിലെ CM ആയിരിക്കുന്നു. അദ്ദേഹത്തെ കാണുന്നു, ഭജൻലാൽ ജിയെ കാണുന്നു, പിന്നെ രേഖയെ നോക്കുന്നു. മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഇപ്പോൾ അശ്വിന്ദയും ഗവർണറായി. അവരോടൊപ്പം ഞാൻ ബംഗാളിൽ ഒരുപാട് ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ സന്തോഷ് ഗംഗ്വാർ ജി, ജാർഖണ്ഡിന്റെ ഗവർണർ, സന്തോഷ് ജിയുടെ കൂടെയും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പ്രഗൽ ജോഷി ജി, ഇപ്പോ അദ്ദേഹം മന്ത്രിയായിരിക്കുകയാണ്. ഇതിനു മുൻപ് പാർലമെന്റിൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു. ഉമാ ഭാരതി, അപ്പോൾ അവർ ജയിലിലായിരുന്നു. അവരുടെ റിലീസ് ഡോക്യുമെന്റ് എന്റെ കയ്യിലായിരുന്നു. ഹുബ്ലി പോയിരുന്നു. ധാർവാറിന്റെ മന്ത്രി സ്മൃതി നിങ്ങളെ വിളിച്ചോണ്ടു പോകാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഹ്ലാദ് ജോഷി 2003-ൽ, നിങ്ങളും കേട്ട് കാണുമല്ലോ, എല്ലാരും അടൽ ബിഹാരി വാജ്പേയി എന്ന് വിളിക്കും. ഞാൻ അദ്ദേഹത്തെ ബാബുജി എന്ന് വിളിക്കും. അപ്പോൾ എനിക്ക് 25 വയസ്സ് കാണും. ബാബുജി എന്ന് പറഞ്ഞെന്നാൽ അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. സ്മൃതി സർക്കാർ എന്ത് തീരുമാനിച്ചിരിക്കുന്നെന്നാൽ കുറച്ച് തീരുമാനങ്ങൾ, ഗ്രാമത്തിലെ ജനങ്ങൾ ആ തീരുമാനത്തെക്കുറിച്ച് എന്തു കരുതുന്നു അത് നീ ചെന്ന് മനസ്സിലാക്കിയിട്ട് വാ. ആലോചിച്ചു നോക്കൂ, നമുക്കൊരു 25-26 വയസ്സുള്ളപ്പോൾ പ്രധാനമന്ത്രി വന്ന് നീ പോ മോളെ, ഗ്രാമത്തിലെ റിയാക്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് വരുമെന്ന് പറയുന്നു. ഒരു 26 വയസ്സ് പെൺകുട്ടിക്ക് ഇത് വളരെ വലിയ കാര്യമാണ്. വസുന്ധര രാജെ 2003-ൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ നോമിനിയായി രാജസ്ഥാനിൽ അദ്ദേഹത്തെ നിർത്താൻ പോവുകയാണ്. ചിന്തിച്ചു നോക്കൂ, രാജസ്ഥാനിൽ ആദ്യമായി ഒരു സ്ത്രീ മന്ത്രി. ആ ലിസ്റ്റിൽ എന്റെ പേരും ഉണ്ടായിരുന്നു. ഞാനപ്പോൾ BJPയിൽ ഉമാ ഭാരതി, വസുന്ധര രാജെ, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, പ്രമോദ് മഹാജൻ, അനന്ത് കുമാർ. ഞാനപ്പോൾ ഗോവയിൽ സ്ഥാനത്തായിരുന്നു. മനോഹർ പരേക്കർ നമ്മുടെ മുഖ്യമന്ത്രിയായി. മനോഹർ പരേക്കർ. ഞാൻ 15 വർഷം നരേന്ദ്രമോദിയോടൊപ്പം 2002 മുതൽ ജോലി നോക്കുകയാണ്. പക്ഷേ അദ്ദേഹം CM ആയിരിക്കുമ്പോഴും ഞാൻ ഡിഫെൻഡ് ചെയ്തു. ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞു. എല്ലാരും കരുതും ഈ സ്ത്രീ 2014-ലാണ് മന്ത്രി ആയതെന്ന് കരുതും. അത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട്. മന്ത്രികളോടൊപ്പം ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് സന്തോഷം എന്താണെന്നാൽ ഈ നേതാക്കന്മാരെ വിജയത്തിന്റെ കൊടുമുടിയിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഭാഗ്യം, ആപ്കി അദാലത്തിൽ താങ്കളുടെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു. നിങ്ങൾ പറയുന്നത് പോലെ ബന്ധങ്ങളുടെ രൂപവും മാറും. ഒരു സ്ത്രീ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല. ലക്ഷ്മിയുടെ രൂപത്തിൽ കിട്ടാം, അന്നപൂർണയുടെ രൂപത്തിൽ കിട്ടാം, സരസ്വതിയുടെ രൂപത്തിൽ കിട്ടാം. സ്ത്രീകൾക്ക് ഒരുപാട് രൂപങ്ങളുണ്ട്. പക്ഷെ യുദ്ധമെന്ന് ഒന്ന് വന്നാൽ കാളിയും അവളാണ്, ദുർഗയും അവളാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. ഒരുപാട് രൂപങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സ്മൃതി ഇറാനിയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. നമ്മൾ വഴി രൂപീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ തന്നെത്താനെ ഒരുപാട് പേർ നേതാക്കളായി മാറും. പക്ഷെ മറ്റുള്ളവരെ നേതാക്കളായി മാറ്റുന്നതാണ്, അതാണ് ശരിക്കുള്ള വഴി നിർണയം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫോർമർ യൂണിയൻ മിനിസ്റ്ററായ സ്മൃതി ഇറാനിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ സ്മൃതി ഇറാനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് താങ്കൾ തന്നെ ഈ കാര്യം സമ്മതിച്ചതാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, താങ്കൾക്ക് ദേഷ്യം കുറച്ച് കൂടുതലാണെന്ന്. ജനങ്ങൾ കോർട്ടിൽ നീതി കൽപ്പിക്കുകയാണ്. അതായത് ഇതിൽ 2 കാര്യങ്ങളുണ്ട്. സഹായം ചോദിക്കാത്ത സ്ത്രീകളെ കണ്ടവർക്ക് പരിചയമില്ല. രാഷ്ട്രത്തിൽ തീരെയില്ല. ജനങ്ങൾക്ക് ഒരു സ്ത്രീ തന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ല. ഒരു സാധാരണ സ്ത്രീ നേരിനായി സംസാരിക്കുന്നത് അവർക്ക് തീരെ വഴക്കമല്ല. അതും അധികാരത്തിന്റെ മയക്കത്തിലുള്ളവർക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. അവരെന്തു പറയും? ഓ, എന്റെ കാലിൽ വീഴില്ലേ? ജനങ്ങൾ ഇതൊരു വഴക്കമായി കാണാറില്ല. കാരണം ഒരു പെണ്ണിനും മുഖ്യമായ കാര്യം അവളെ ആരും ഭീരുവായി കാണാൻ പാടില്ല. എന്നെ ആരെങ്കിലും ഭീരുവായി കാണുകയാണെങ്കിൽ അതെനിക്കൊരു വലിയ പ്രശ്നമായി മാറും. ഞാൻ എപ്പോഴും തല നിവർന്നു നിൽക്കും, കുനിയില്ല. അതെന്റെ അഹങ്കാരമല്ല, ആത്മവിശ്വാസമാണ്.
ഇത് രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമല്ല, മുംബൈയിൽ അതായത് ഫിലിംസ് പാർട്ടീസ് ആണെങ്കിലും ശരി, അല്ല TV ഷോ പ്രോഗ്രാം ആണെങ്കിലും ശരി, സ്മൃതി ഇറാനി പോയില്ല. ചിലരൊക്കെ അതിനും എന്നെ അഹങ്കാരി എന്ന് പറയും. ഓ, അങ്ങനെയാണോ? പാർട്ടിയിൽ എനിക്ക് ഒരു പണിയുമില്ല. കുടിച്ചിട്ട് ലഹരിയിലിരിക്കുന്ന സ്ഥലത്ത് എനിക്കവിടെ എന്തു പണിയുണ്ടാകാനാ? അധികാരത്തിന്റെ അഹന്തയിലിരിക്കുന്ന സ്ഥലത്ത് അവിടെയും എനിക്കൊരു പണിയുമില്ല. ജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് ആകർഷിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ അവിടേക്ക് ചെല്ലില്ല. നമ്മുടെ നാടിനെക്കുറിച്ച് ആരെങ്കിലും തെറ്റായി സംസാരിച്ചാൽ അല്ലെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാലോ ഞാനത് നോക്കിയിട്ട് വെറുതെ ഇരിക്കില്ല. അതായത് ഏത് പെണ്ണായാലും ശരി, ഏത് പാർട്ടിയായാലും ശരി, അവരേത് ജാതിയായാലും ശരി, ആ പെണ്ണിന് നേരെ ആരെങ്കിലും എന്തെങ്കിലും മോശമായി സംസാരിച്ചാൽ എനിക്ക് വെറുതെ ഇരിക്കാനാവില്ല. കാരണം അതെന്റെ സ്വഭാവമാണ്. മറ്റൊരു കാര്യം കൂടി താങ്കളെക്കുറിച്ച് കേട്ടു. അതായത് അവാർഡ് ഫംഗ്ഷന് പോവുകയാണെങ്കിൽ എനിക്ക് അവാർഡ് തരാൻ പാടില്ല, ആ കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു. അതല്ലേ ശരി. ഞാൻ തുടർന്ന് 8 വർഷം അവാർഡ് വാങ്ങിക്കൊണ്ടേയിരുന്നു. എന്റെ ഇൻഡസ്ട്രിയിൽ വീണ്ടും ഒരുപാട് ആക്ടേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. എന്റെ ഷോ അപ്പോ വളരെ പോപ്പുലർ ആയിരുന്നു. എനിക്കിത് വേണ്ട. നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ല വേറെ കഴിവുള്ള ആരെങ്കിലും ഒരാൾ വന്നാൽ അവർ കഠിനമായി അധ്വാനിച്ചിരിക്കും. അവരെ ദൂരെ നിർത്തിയിട്ട് ഞാൻ പോപ്പുലർ ആയതുകൊണ്ട് നിങ്ങൾ എനിക്ക് മര്യാദ നൽകി. അത് വളരെ ശരിയാണ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ വരുന്നു, അവർക്കും അവസരം നൽകൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലെന്താണ് തെറ്റ്? അരഗൻസ് അല്ല. നമ്മൾ വഴി ഉണ്ടാക്കിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ടാകും. പക്ഷേ മറ്റുള്ളവരെ നേതാക്കന്മാരായി രൂപീകരിക്കുന്നതാണ് ഒരു നല്ല നേതാവിന്റെ ഗുണം. എന്നെ സംബന്ധിച്ച് താങ്കളുടെ ഈ ദേഷ്യം അത് സിനിമാ ലോകത്താണെങ്കിലും ശരി, രാഷ്ട്രീയത്തിലാണെങ്കിലും അത് നല്ല കാര്യമാണെന്നേ ഞാൻ പറയും. ഞാൻ എന്റെ പാരമ്പര്യത്തെക്കുറിച്ച് ബഹുമാനിക്കുന്നതിനെ നിങ്ങൾ അരഗണ്ടെന്ന് പറഞ്ഞാൽ ശരി, ഞാൻ അരഗണ്ടാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ബഹുമാനിക്കുന്നതിനെ അരഗണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അരഗണ്ടാണ്. നമ്മുടെ നിയമസഭയെക്കുറിച്ച് ഓർത്ത് ബഹുമാനിക്കുന്നത് അരഗണ്ടാണെന്നാൽ ഞാൻ അരഗണ്ടാണ്. ഞാൻ എന്റെ മതത്തിനെക്കുറിച്ച്, അതായത് ഞാൻ ഹിന്ദു എന്നതിനെക്കുറിച്ച് ബഹുമാനിക്കുന്നത് അരഗണ്ടാണെങ്കിൽ ഞാൻ അരഗണ്ടാണ്. ഇന്ത്യയുടെ സൈന്യം, നമ്മുടെ സൈന്യാധിപന്മാരെക്കുറിച്ച് അഹങ്കരിക്കുന്നത് അതിനെ അരഗണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ഇന്ത്യൻ ആയതുകൊണ്ട് ഞാൻ അരഗണ്ടായി തന്നെ ഇരിക്കും. എനിക്കെന്റെ പട്ടാളത്തെയോർത്ത് മഹത്വം തോന്നുന്നു. എന്റെ രാഷ്ട്രപതിക്ക് ബഹുമാനം ചെലുത്തുന്നത്, ആ മര്യാദയ്ക്ക് വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത് അരഗണ്ടാണെങ്കിൽ ഞാൻ ശരിക്കും അരഗണ്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണോ? എന്തെന്നാ നിങ്ങൾ എവിടെ പോയാലും അവിടെ നല്ല ഭക്ഷണം എവിടെയാ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മുന്നേ അറിയാമോ മാഡം? നിങ്ങൾ പറയുന്നത് നേരാണ്. പക്ഷെ എനിക്ക് ആ 5 സ്റ്റാർ ഹോട്ടലിനെ കുറിച്ചൊന്നും അറിയില്ല. കയ്യേന്തി ഭവൻ പെട്ടിക്കടയിലൊക്കെ എന്ത് വിൽക്കുന്നുവോ ഏതെങ്കിലും ചെറിയ കടയുണ്ടെങ്കിൽ അതെനിക്കറിയാം. അതെ, നേരാണ്. താങ്കൾക്കറിയാമോ, ഞാനൊരു 4-5 സിറ്റികളുടെ പേരിപ്പോ പറയാം. എന്റെ ദൈവമേ, ദയവ് ചെയ്ത് വേണ്ട. അമൃത്സർ, കേസർ കാ ഡാബ, ഇളക്കി വിടല്ലേ. ലക്നൗ, ശുക്ലാജിയുടെ ചാറ്റ് ബസാർ. പിന്നെ ഇൻഡോർ. രജിത് സാർ, ഇൻഡോറിൽ ഒരു സ്ഥലം മാത്രമല്ല. ഇൻഡോറിൽ ചപ്പൻ വാങ്ങാൻ എവിടേക്ക് പോകണം? ശരി, ബീക്കാനീർ. ഞാൻ ബീക്കാനിൽ നിന്നും ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇൻഫാക്ട് മേഘൽ വാൽജി അവിടെ ഇല്ല. അതായത് ബീക്കാനൽ പാർലമെന്റിന്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ ഈ കുട്ടികൾക്കറിയില്ലെന്ന് കരുതുന്നു, പക്ഷെ പുറകെ കുറച്ച് വലിയ ആളുകൾ അവർക്കറിയാമെന്ന് കരുതുന്നു. ഒരു പർപ്പിൾ ഗുളിക പോലെയുണ്ടാകും, മീന് പോലെയുണ്ടാകും, അല്പം പുളിക്കും. അത് വളരെ രുചികരമായിരിക്കും. അർജുൻ മേഘ്വാലിന്റെ ഭാര്യ കടന്ന 20 വർഷങ്ങളായി ബെക്കനേവിന്ന് എനിക്ക് വാങ്ങിക്കൊണ്ടുവരും. മാഡം, നിങ്ങൾ പാനിപ്പൂരി കഴിക്കോ മാഡം? പിന്നെ മറ്റൊരു കാര്യം, ഡൽഹിയിൽ നിന്നും ആരാണ് വന്നിരിക്കുന്നത്? ഡൽഹിയിൽ നിന്ന് പാനിപൂരിയെ കുറിച്ച് ആരാണ് ചോദിച്ചത്? നിങ്ങൾ ഡൽഹിയാണോ? നിങ്ങൾക്ക് കലേവ അറിയാമോ? ഹോൾ മാർക്കറ്റിൽ കലവയുടെ മുൻപിലായി ബംഗാൾ സ്വീറ്റ് ഹൗസ് ഉണ്ടല്ലോ, അതിനടുത്തായി പാനിപൂരി വിൽക്കും, ഓർമ്മയുണ്ടോ? ആ കടയിലേക്ക് ചെല്ലൂ. അവരുടെ അച്ഛൻ കട വച്ചിരുന്നപ്പോൾ എന്റെ അച്ഛൻ അവിടേക്ക് കൊണ്ടുപോകും. മുൻപിൽ ലേഡി ആർഡി ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് ഞാൻ ജനിച്ചത്. പിന്നെ ക്യാരറ്റ് ഹൽവ കഴിക്കണമെങ്കിൽ, ക്യാരറ്റ് ഹൽവ കഴിക്കണമെങ്കിൽ അത് കലവായിൽ നന്നായി കിട്ടും. ഇവിടെ ഗുർഗയിൽ നിന്നും ആരാണ് വന്നിരിക്കുന്നത്? ഗുർഗയിൽ നിങ്ങൾ ഓഫീസ് പോകുന്നുണ്ടോ? അവിടെ ന്യൂ കോളനിയിലെ കിഷുവിന്റെ കടയിൽ രുചികരമായ ഡൂഡ കിട്ടും, രുചികരമായ സമൂസയും കിട്ടും, ചോളിയോടൊപ്പം ചേർത്ത്. പിന്നെ പട്ന, ചിലർ അതും ചോദിക്കുന്നുണ്ട്. പട്നയിൽ എന്താ ഫേമസ്? ഹനുമാൻജി ക്ഷേത്രത്തിനടുത്ത്. അതെ, അതിനടുത്താണ്. നിതിൻ നവീൻ അവിടത്തെ പാർലമെന്റിൽ മെമ്പറായിരിക്കാണ്. നമ്മുടെ മീഡിയയിൽ വലിയ നേതാവായിരിക്കുന്നു. ആ ഹെഡ് അദ്ദേഹം സന്ദേ മയൂഖ് ജി, അദ്ദേഹം MLC ആണ്.
പിന്നെ എന്നെ നിതിൻ ആൻഡ് സഞ്ജയ് ദുർഗാ പൂജ സമയത്ത് മുഴുവൻ പാട്നയും ഓരോരോ ഗ്രൗണ്ടായി എന്നെ ചുറ്റിക്കാണിച്ചു. ഓരോ ഗ്രൗണ്ടിന് മുൻപിലായി ഇടുന്ന കടയിൽ ഞങ്ങൾ ചേച്ചി അനിയന്മാർ 3 പേർ നന്നായി ചെന്ന് കഴിക്കും. ഒരാൾ MLA ആയി, ഒരാൾ MLC ആയി. പറയുന്നത് അല്പം ബീഹാറിൽ കഷ്ടമാണ്. ഇപ്പോ എന്ത് പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാ ലല്ലൽ സാർ ഇപ്പോ മട്ടൻ വെച്ച് പൂജ ചെയ്തെന്നാണ്. അതായത് കർക്കിടക മാസം എന്നത് ദൈവത്തിനുള്ള മാസമാണ്. ഒപ്പം ലലൻജി വളരെ എക്സ്പീരിയൻസ് ആയ നേതാവാണ്. എന്നെ സംബന്ധിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചില സമയം രാഷ്ട്രീയം അവരുടെ കയ്യിൽ ഒരു ആയുധമായി മാറും. അതായത് എന്നെ സംബന്ധിച്ച് ഓരോരുത്തരുടെ വിശ്വാസം, ഭക്തി അത് നമ്മൾ തീർച്ചയായും ബഹുമാനിക്കണം. ചിലർ കർക്കിടക മാസത്ത് അവരുടെ ഭക്തി കൂടുന്നതായി കരുതും. അത് തീർച്ചയായും നമ്മൾ ബഹുമാനിച്ചേ തീരൂ. ഒരുപക്ഷെ കർക്കിടക മാസം അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കബാബ് കഴിക്കുമായിരുന്നു. എന്റെ സർനെയിം ഇറാണിയാണ്. പാർസിക്കാർ എപ്പോഴും നോൺ വെജിറ്റേറിയൻ ആണ്. നിങ്ങളൊരു മരുമകളുടെ രൂപത്തിൽ നോക്കിയാൽ ഞാൻ കല്യാണം കഴിച്ച വീട്ടിന്റെ പാരമ്പര്യം അംഗീകരിക്കാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും പറയൂ? ആ വിധത്തിൽ നോക്കിയാൽ എന്റെ അമ്മ ഒരു ബംഗാളിയാണ്. അവർ മച്ചി ജോൽബാദാണ് കഴിക്കുക. അത് ബംഗാളിയിൽ രജിത് സർ. അതായത് അത് ഒരു നല്ല കൾച്ചറാണ്. അഫിനിറ്റി എന്നും പറയാം, നല്ല ബിഹേവിയർ എന്നും പറയാം. ആദ്യമായി എന്റെ പാർട്ടിക്കാർ എന്നെ അവിടെ കണ്ടതും അവരെന്ത് ടെസ്റ്റ് വയ്ക്കുമെന്നറിയാമോ? നിങ്ങൾ റിയൽ ബംഗാളിയാണോന്ന് ടെസ്റ്റ് ചെയ്തു നോക്കും. ഞങ്ങളുടെ കുടുംബത്തിനൊരു മാച്ച് ഉണ്ടാകും ഇല്ലീസ്. അതെങ്ങനെ കഴിക്കും, बेचे खाओ कि ना बेचते पारो ना. കഴിക്കുന്നോ ഇല്ലയോന്ന് നോക്കും. അതായത് തക്കാളി ചമ്മന്തി ആഹാരത്തിന് മുൻപ് കഴിക്കുമോ പിറകെ കഴിക്കുമോ എന്ന് നോക്കും. അത് വെച്ച് പറയും നിങ്ങൾ ബംഗാളിൽ ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന്. അതായത് ഭാഷയോടൊപ്പം ചേർത്ത് നമ്മുടെ ആഹാരവും നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിന്റെ ഒരു ഉദാഹരണമാണ്. താങ്കൾക്ക് ആഹാരത്തിൽ നല്ല നോളജ് ഉള്ളതായിട്ട് കരുതുന്നു. അടുത്ത ചോദ്യം. പിന്നെ എങ്ങനെ ഞാൻ വണ്ണം വെച്ചെന്നാ കരുതിയത്? മലയോ? ബനാറസിലുള്ളവർ ചോദിക്കുകയാണ് താങ്കൾ നിങ്ങൾ ബനാറസിൽ മലയോ കഴിച്ചിട്ടുണ്ടോ? പിന്നെ ആ ലക്നോയിലെ ആൾ എവിടേക്കാ പോയത്? രാം മാസ്രേ പാൻ കഴിച്ചിട്ടുണ്ടോ? ആ, രാമാശ്രേ പാൻ നോക്കിയാൽ ഓരോ സൺഡേയും അടൽജി വിളിക്കും. അവരുടെ വീട്ടിൽ വരുത്തി തരും. എനിക്ക് രാമാശ്രീ മലൈപ്പാൻ അടൽജി വഴിയാണ് അറിഞ്ഞത്. ആരോ പറഞ്ഞിരുന്നു താങ്കൾ അമേഠിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കഴിക്കാൻ വേണ്ടി ഗോപി മഞ്ചൂരി തരുമെന്ന്. നിങ്ങൾ നോക്കിയാൽ അമിറ്റിയിൽ ഒരു ദാബയുണ്ടായിരുന്നു. ആ ദാബയിലേക്ക് ഡൽഹിയിലുള്ള എല്ലാ പ്രസ്സുകാരും വന്നിരുന്നു. അവർക്ക് ഗ്രാമത്തിലെ ആഹാരം ഇഷ്ടമില്ല, വേറെ എന്തുണ്ടെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ആ കടയിൽ ചോദിച്ചു എന്തുണ്ടെന്ന്. ചേച്ചി ഞാൻ ഗോപി മഞ്ചൂരിയൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഗോപി മഞ്ചൂരിയനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കഴിച്ചു നോക്കൂ, ഞാൻ കഴിച്ചാൽ എന്താകുമെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം എല്ലാരും തന്നെ കഴിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കടയിലെ ബിസിനസ്സും നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ കാരണം ആ നോർമൽ ഫുഡ് ഗോപി മഞ്ചൂരിയന്റെ വില കൂടിപ്പോയി. അറിയാമോ നിങ്ങൾക്ക്? താങ്കൾ പറഞ്ഞത് വെച്ച് ഇനി എല്ലാ കടകളിലും റേറ്റ് കൂട്ടാൻ പോവുകയാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ മാഡത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്നാ? എപ്പോഴും എങ്ങനത്തെ പാട്ട് കേൾക്കാനാ ഇഷ്ടം? രണ്ടും കിഷോർ കുമാർ സാറിന്റെ പാട്ടാണ്. ഞാനിത് പറഞ്ഞേ തീരൂ. നിങ്ങളൊരു ആക്ട്രസിനെ ഈ ബോക്സിൽ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷേ വെറും ഒരാളുടെ ശബ്ദം കൊണ്ട് എത്ര മോശമായ ആക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് ജീവൻ നൽകാൻ സാധിക്കും. ഹരിജിത് സിംഗ് സാർ, സത്യമല്ലേ? എന്റെ ആഗ്രഹം എന്താണെന്നാൽ ഈ പ്രോഗ്രാം കാണുന്നവർക്കായി ഒരു ദിവസം ഒരു ഭംഗിയുള്ള കോടതിയായി മാറണം. ഹരിജിത് സാറിനെ ഞാൻ കാണണം, ഇതെന്റെ ആഗ്രഹമാണ്. ദയവ് ചെയ്ത് നിറവേറ്റൂ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കിഷോർ കുമാർ സാറിന്റെ 2 പാട്ടുണ്ട്. മിസ്റ്റർ ഇന്ത്യ ആരൊക്കെ കണ്ടിട്ടുണ്ട്? അതിലൊരു പാട്ടുണ്ട് സിന്ദഹി കി യഹി രീത് കെ ഹാർ ഹി ബാത് ഹി. പിന്നെ രണ്ടാമത്തേത് ഋഷിജിയെ കുറിച്ച് ഞാൻ പ്രോഗ്രാമിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഋഷിജി അഭിനയിച്ച കിഷോർ കുമാർ സാറിന്റെ പാട്ട് जीवन के दिन छोटे सही हम भी बड़े दिल वाले कल की हमें फुर्सत कहा सोचे जो हम मत वाले. ഇതോടുകൂടി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ റിട്ടയർഡ് മേജർ ജനറൽ VK ദത്തയുടെ ജഡ്ജ്മെന്റ് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ആപ്കി അദാലത്തിൽ സ്മൃതി ഇറാനിയോടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അവരോട് അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചു. അവരോട് കുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിച്ചു, ആക്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചു, അതുപോലെ രാഷ്ട്രീയത്തെക്കുറിച്ചും ചോദിച്ചു, പല പോരാട്ടങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ റിട്ടയർഡ് മേജർ ജനറൽ VK ദത്തിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്മൃതി ഇറാനിജി, ഇന്ന് നിങ്ങളുടെ മേൽ ചുമത്തപ്പെട്ട എല്ലാ കുറ്റാരോപണങ്ങൾക്കും നിങ്ങൾ വളരെ സത്യസന്ധമായി
ഉത്തരം പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ മനസ്സിൽ നിന്നുള്ളതായിരുന്നു. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്മൃതി ഇറാനിയുടെ ഈ ജീവിതം നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇത്ര ദൂരം വന്ന് ഒരു പെണ്ണ് TV ലോകത്ത് തനതായ ഒരു സ്ഥാനം പിടിക്കുന്നു. അതിനുശേഷം രാഷ്ട്രീയത്തിൽ അവരൊരു സ്ഥാനം പിടിച്ച് അതിനുശേഷം രാഷ്ട്രീയത്തിൽ അവരൊരു പദവിയിലെത്തി എഴുതുകയും വായിക്കുകയും എല്ലാവരും ചെയ്യും. പക്ഷെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നത് അത് ചിലർക്കേ സ്വായത്തമാകൂ. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി സ്മൃതി ഇറാനിക്കുണ്ട്. അതാണ് സത്യം. ഞാനിപ്പോൾ അതായത് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കവിത എഴുതി നിങ്ങളുടെ സംസാരം കേട്ട്. मैं नारी हूं अबला नहीं, मैं जलजला हूं और ज्वालामुखी, मैं लक्ष्मी हूं, मैं सरस्वती, मैं दुर्गा हूं और मैं तुलसी. और ഇതോടൊപ്പം മറ്റൊരു കൊട്ടേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചേരും വിധമായിരിക്കും. खुद ही को कर बुलंद इतना നിങ്ങളിത് വേറെ എവിടെയെങ്കിലും കേട്ട് कि കാണും. हर तकदीर से पहले खुदा बंदे से पूछे बता तेरी रजा क्या है. ഇതോടൊപ്പം താങ്ക് യു സർ. ഇന്ന് ഈ കോടതിയിൽ നടന്ന വിചാരണ നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റാരോപണങ്ങളിൽ നിന്ന് നിങ്ങളെ ഈ കോടതി സ്വതന്ത്രയായി മോചിപ്പിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഭാവിയിലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നൽകുമെന്ന്. നന്ദി, താങ്ക് യു. ഒരുപാട് നന്ദി. ഇതിലൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആർമി ഓഫീസറിനെ പോലും താങ്കൾ ഒരു കവിയായിട്ട് മാറ്റി. സ്മൃതി ഇറാനിയുടെ പുതിയ ഷോയ്ക്ക് ഞങ്ങളുടെ ആശംസകൾ. ക്യോം കി സാസ്ബി കവി ബഹുത്തീങ്കറ ഷോയ്ക്ക് ഇന്നത്തെ ഈ ഷോ നമ്മൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.